അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ് ഓൾ. ഏറെ ആദരണീയരായ ഫോക്കസ് അക്കാദമിയുടെ അഡ്മിൻസ്, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്ന നസീറുദ്ദീൻ സാർ, ഡോക്ടർ സുലൈമാൻ. ഈ ഒരു പ്രോഗ്രാം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് നെറ്റ് ജനറൽ പേപ്പർ, അതിൻ്റെ ഓരോ വർഷവും കൃത്യമായി അതിൻ്റെ 10 യൂണിറ്റുകളും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ നെറ്റ് ജനറൽ പേപ്പറിൽ ഫോക്കസിൽ ഒരുപാട് ആളുകൾക്ക് നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ വെളിച്ചമേകിയിട്ടുള്ള പ്രസീത മാമാണ്. പ്രസീത മാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 2024 ഡിസംബർ നെറ്റ് എക്സാമിൽ എന്തായിരുന്നാലും JRF അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന നിശ്ചയത്തോടുകൂടി ഈ ഒരു കോഴ്സിൽ പങ്കാളികളായിട്ടുള്ള പ്രിയപ്പെട്ട ഫോക്കസിലെ പഠിതാക്കളെ, അതുപോലെ തന്നെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു സഹോദരങ്ങളെ, നമുക്കറിയാവുന്ന പോലെ വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊരു എക്സാമിനേഷനും വേണ്ടത് കൃത്യമായ സിലബസ് ഓറിയന്റഡ് ആയ പഠനമാണ്. നിർഭാഗ്യവശാൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ നമ്മുടെ മിനിമം യോഗ്യത എന്താണോ ആ യോഗ്യതയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുമായി റിലേറ്റഡ് ആയി കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും എന്താണോ വരുന്നത് അത് വീണ്ടും വീണ്ടും പഠിക്കാൻ ശ്രമിക്കുകയും ജനറൽ ആയി വരുന്ന അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി മാത്രം വരുന്ന ഭാഗങ്ങൾ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. നാഷണൽ ലെവൽ എക്സാം എന്ന നിലയിൽ നമുക്കറിയാവുന്ന പോലെ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് JRF ഒക്കെ എയിം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 എക്സാമുകളൊക്കെ എഴുതി നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്ത ആളുകളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ കുറച്ച് എക്സാം എഴുതി അതിൽ നിരാശപ്പെടാതെ കൃത്യമായ ധാരണയോടുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു JRF അല്ലെങ്കിൽ നെറ്റ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ആ അർത്ഥത്തിൽ എല്ലാവരും നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്തവണ ഞാൻ ക്വാളിഫൈ ചെയ്യും, JRF ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഈ ഒരു എക്സാമിനെ വരവേൽക്കണം. ആ അർത്ഥത്തിൽ ഇനിയുള്ള ദിനങ്ങൾ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കണമെന്ന് മാത്രമാണ് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. വഴിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ ഈ ഒരു ആമുഖ ഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നിരാശരാവുന്നതിലപ്പുറം കൃത്യമായി പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ഒരു ഫോക്കസ് എന്ന ടീമിനെ നയിക്കുന്ന ആളുകൾ എന്ന നിലയിൽ കഴിഞ്ഞ കാല റിസൾട്ടുകളിൽ നിന്നൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. പലരും ഒരു കോഴ്സിന്റെ തുടക്കത്തിൽ നമ്മുടെ ഈ സിലബസ് ഒക്കെ പരിചയപ്പെടുമ്പോൾ ഇതെല്ലാം കൂടെ എൻ്റെ ജീവിത തിരക്കുകൾക്കിടയിൽ, കുടുംബ ഭാരങ്ങൾക്കിടയിൽ, ജോലി ഭാരങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ മറ്റു പലതരങ്ങളിലുള്ള പ്രയാസങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഈ സിലബസ് ഒന്നായിട്ട് പഠിക്കുക എന്ന രൂപത്തിലൊക്കെ ആശങ്കപ്പെട്ടവർ പിന്നീട് അവരുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ JRFിലേക്ക് നെറ്റിലേക്ക് എത്തിയ ചരിത്രം നമുക്ക് ഒരുപാട് ഫോക്കസിന്റെ മക്കളിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ പല പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ, വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ ആയിരിക്കും നമ്മളൊക്കെ. പക്ഷെ അതിനിടയിലും ചെറിയൊരു സമയം മാറ്റിവെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എല്ലാവർക്കും എത്താൻ സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്ന നസറുദ്ദീൻ സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലെ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച്, അല്ലെങ്കിൽ ഈ ഒരു നെറ്റ് ജനറൽ പേപ്പർ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാവണം എന്നതിലേക്ക് കൃത്യമായ ഓറിയന്റേഷൻ നൽകുന്ന പ്രസീത മാമിനെ വളരെ സ്നേഹത്തോടു കൂടി
എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിലുമുപരി ഈ ഒരു പ്രോഗ്രാമിലേക്ക് അടുത്ത തവണ അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറിൽ തന്നെ JRF ക്വാളിഫൈ ചെയ്യും, നെറ്റ് ക്വാളിഫൈ ചെയ്യും എന്ന രൂപത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു 2024 ഡിസംബർ ബാച്ചിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നസറുദ്ദീൻ സാറെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ആൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ഈവനിങ് ഓൾ. പ്രിയപ്പെട്ട ഫോക്കസ് അഡ്മിൻസ്, ടീച്ചേഴ്സ്, ഫോക്കസ് അക്കാഡമിയിൽ നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട അധ്യാപിക വിദ്യാർത്ഥിനികളെ, നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് UGC നെറ്റ് അറബിക്കിലെ പേപ്പർ 1 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം നെറ്റ് അറബിക്കിന്റെ ഇനാഗുറേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സെഷനിൽ പങ്കെടുത്തവരാണ് ഈ ഒരു പ്രോഗ്രാമിലുള്ള ഭൂരിഭാഗം ആളുകൾ. നെറ്റ് JRF ലഭിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ മനസ്സിലാക്കി. ഇന്ന് പ്രധാനമായും നെറ്റ് JRF അതിലെ പേപ്പർ 1 എങ്ങനെ പഠിക്കണം എന്നതാണ് പ്രസിദ്ധ മാം നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതിനു മുന്നായി ഞാൻ 2-3 മിനിറ്റ് മാത്രം സംസാരിച്ച് എന്റെ സംസാരം നിർത്തും. പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, UGC നെറ്റ് ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുണ്ടാവുക. ആ 150 ക്വസ്റ്റ്യൻസിൽ 100 ക്വസ്റ്റ്യനും നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇതിൽ കൂടുതൽ പേരും അറബിക് സബ്ജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അറബിക് നെറ്റ് എഴുതുന്നവരാണ്. അപ്പോൾ അവർക്ക് അറബിക്കിലായിരിക്കും. പിന്നെ നമ്മൾ ഏത് ടോപ്പിക്കിലാണ് എഴുതുന്നത് ആ ടോപ്പിക്കിലായിരിക്കും 100 ക്വസ്റ്റ്യൻസും. നമുക്കറിയാം 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ ക്വസ്റ്റ്യൻസ്. ഇതിന്റെ ഡീറ്റെയിൽ നമ്മൾ ഇൻഷാല്ലാ ഇന്ന് പരിചയപ്പെടും. 10 യൂണിറ്റുകളായിരിക്കും. നമ്മൾ കുറച്ച് മുൻപൊക്കെ 2018 മുൻപൊക്കെ നമ്മൾ കണ്ടിരുന്നത്, പലരും നമ്മളുടെ മെയിൻ പേപ്പറിന്, നെറ്റിന്റെ മെയിൻ പേപ്പർ എന്ന് പറയുമ്പോൾ പേപ്പർ 2 ആണ്, നമ്മളുടെ ടോപ്പിക് ഏതാണോ ആ പേപ്പറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിൽ നന്നായി പഠിച്ച് പേപ്പർ 1ന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെയായിരുന്നു മുൻപൊക്കെ എല്ലാവരും പഠിച്ചിരുന്നത്. അന്ന് എല്ലാവരും അങ്ങനെ ആയതുകൊണ്ട് അന്നൊക്കെ അങ്ങനെ കുറെയൊക്കെ അങ്ങനെ മതിയായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇപ്പോ മത്സരം നന്നായി, കോമ്പറ്റീഷൻ നന്നായി കൂടി. ഫസ്റ്റ് പേപ്പറിൽ നന്നായി മാർക്ക് നേടിയവർക്ക് മാത്രമാണ് കൂടുതൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നത്. എൻ്റെ അനുഭവം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, 2018 നെറ്റ് എക്സാം നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചു. 2018 ഡിസംബറിൽ. ആ സമയത്ത് ഞാൻ ക്വാളിഫൈ ചെയ്തവരുടെയും ചെയ്യാത്തവരുടെയും ഒക്കെ മാർക്കൊന്നും ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ ടോപ്പിക്കായ അറബിക്കിൽ കിട്ടിയ അതേ മാർക്ക് എന്നോടുകൂടെ JRF കിട്ടിയവർക്കും നെറ്റ് കിട്ടിയവർക്കും നെറ്റ് കിട്ടാത്തവർക്കും പലർക്കും എൻ്റെ ടോപ്പിക്കിൽ അറബിക്കിൽ എൻ്റെ അത്ര മാർക്കോ അല്ലെങ്കിൽ എന്നേക്കാൾ കുറച്ച് കൂടുതൽ മാർക്കോ ഉണ്ട്. പിന്നെ അപ്പൊ ഞാൻ മനസ്സിലാക്കി, എനിക്ക് നെറ്റ് കിട്ടാൻ എന്നെ സഹായിച്ചത് ഫസ്റ്റ് പേപ്പറിലെ എൻ്റെ കുറച്ച് മാർക്കായിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഞാൻ ഒരു നെറ്റ് ജനറൽ പേപ്പറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരു കോച്ചിങ് നടന്നിരുന്നു, അതിനും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ മാക്സിമം എവിടെ നിന്നൊക്കെ ജനറൽ പേപ്പറിന്റെ കണ്ടന്റ് ലഭിക്കാൻ സാധിക്കുമോ അതൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നല്ലൊരു സമയം ജനറൽ പേപ്പറിന് വേണ്ടി
ചിലവഴിച്ചു. അത് അൽഹംദുലില്ലാ 2019 ജൂൺ എക്സാമിന് നന്നായി ഉപകരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അത്ര തന്നെ മാർക്ക് പലർക്കും, അല്ലെങ്കിൽ ഞാൻ പലരുടെ മാർക്കും അന്വേഷിച്ചപ്പോൾ എന്നേക്കാൾ കൂടുതൽ മാർക്ക് അറബിക്കിൽ പലർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും പലർക്കും JRF ലഭിച്ചിട്ടില്ല. അന്ന് എനിക്ക് അവരെക്കാളൊക്കെ ഫസ്റ്റ് പേപ്പറിൽ ഒരുപാട് മാർക്ക് കൂടിയത് കൊണ്ട് അൽഹംദുലില്ലാ JRF നേടിയെടുക്കാൻ സാധിച്ചു. നമുക്ക് മറ്റുള്ളവരെ മാർക്കൊക്കെ ഏകദേശം കമ്പയർ ചെയ്യാൻ മുമ്പത്തെ റിസൾട്ട് അനുസരിച്ച് സാധിക്കുമായിരുന്നു. ഇന്നും കഴിയുമെന്ന് അറിയില്ല, എന്നാലും അന്ന് കഴിയുമായിരുന്നു. നമുക്ക് അറബിക്കിൽ നമുക്ക് എത്രാമത്തെ സ്ഥാനമാണ്, ജനറലിൽ എത്രാമത്തെ സ്ഥാനമാണ് നമ്മൾ റിസൾട്ടിൽ കാണിക്കുമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അറബിക്കിൽ ഏകദേശം 36ാമത്തെ സ്ഥാനമെങ്ങാനുമാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ആ പ്രാവശ്യം ടോട്ടൽ 18 പേർക്ക് മാത്രമാണ് JRF കിട്ടിയത്. എന്തുകൊണ്ടാണ് ആ 18 പേരിൽ ഒരാളാവാൻ എനിക്ക് സാധിച്ചത്? അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 3 പേർക്കായിരുന്നു ആ പ്രാവശ്യം JRF കിട്ടിയിരുന്നത് അറബിക്കിൽ. എന്തുകൊണ്ട് ആ ഒരു കേരളത്തിലെ 3 പേരിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ 18 പേരിൽ അറബിക്കിൽ JRF നേടാൻ സാധിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരമായിരുന്നു, ഫസ്റ്റ് പേപ്പറിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 36ാമത്തെ ഒരു സ്ഥാനമായിരുന്നു അറബിക്കിൽ എനിക്കെങ്കിൽ അതിൽപ്പെട്ട പലരുടെയും മുമ്പിൽ എത്താൻ, എൻ്റെ മുൻപിലുള്ള പലരെയും ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് ഫസ്റ്റ് പേപ്പറിൽ സാധിച്ചുകൊണ്ടാണ് ആ പ്രാവശ്യം ആ ഒരു 18 JRFൽ, അന്ന് OBCയിൽ 6 പേർക്കായിരുന്നു കിട്ടിയത്. അൽഹംദുലില്ലാ ആ ഒരു OBCയിൽ 6 പേരിൽ പെടാൻ സാധിച്ചത് ഫസ്റ്റ് പേപ്പറിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തിയത് കൊണ്ടാണ്. എന്ന് കരുതി നമ്മളുടെ മെയിൻ പേപ്പറിൽ ശ്രദ്ധ കുറക്കണമെന്നല്ല, മെയിൻ പേപ്പറിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കലോട് കൂടെ തന്നെ ഫസ്റ്റ് പേപ്പറിന് കൂടെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മുടെ പഠനം എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ ഒരു പ്രോഗ്രാം തുടക്കം കുറിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമുക്കൊക്കെ ഈ വരുന്ന എക്സാമിൽ നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ രക്ഷിതാവ് തൗഫീഖ് നൽകട്ടെ, ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഒരു സംസാരം നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കഴിഞ്ഞ ഖാലിദ് സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ എക്സാമിലെ മാർക്ക് കുറവോ അല്ലെങ്കിൽ ആ എക്സാം ഹാളിൽ പോയപ്പോൾ ഞാൻ പഠിക്കാത്തത് കുറെ വന്നല്ലോ എന്നുള്ള ചിന്തയൊന്നും ഇനി നമ്മൾ അലട്ടരുത്. ഇനിയുള്ള എക്സാമിൽ നമുക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ കഴിയണം എന്ന ഒരു ചിന്തയിലായിരിക്കണം നമ്മളുടെ മുന്നോട്ടുള്ള പഠനം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ഫ്രം നൗ, പ്രിപ്പയർ, കണ്ടിന്യൂ. നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങിയിട്ട് നമ്മളെ നാരായണത്ത് പ്രാന്തനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം എന്താ ചെയ്യുക? കഷ്ടപ്പെട്ട് മലമുകളിലേക്ക് വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുപോകും. കഷ്ടപ്പെട്ട് ഒരുപാട് സമയമെടുത്താണ് ഉരുട്ടിക്കൊണ്ടുപോവുക. പിന്നെ ഉണ്ടാവും മുകളിൽ നിന്ന് ആ പാറക്കല്ല് ഒറ്റ ഉരുട്ടലാണ്. കഷ്ടപ്പെട്ട് ഒരുപാട് സമയം എടുത്ത് അധ്വാനിച്ച ആ ഒരു വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലം ചെറിയ സമയം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അതുപോലെ ആവരുത് നമ്മളുടെ പഠനം. ചിലരുണ്ട് ക്ലാസ്സുകളൊക്കെ തുടങ്ങി ആദ്യം 1 മാസം അല്ലെങ്കിൽ 1.5 മാസം ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പിന്നെ വീട്ടിലെ ചെറിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു അസുഖം, ഇതിൻ്റെ ഇടയിൽ പല പ്രതിസന്ധികളും നമുക്ക് വരാനുണ്ട്. അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളൊരു JRF-കാരനാവാൻ അർഹനാകുന്നത്. അല്ലെങ്കിൽ എല്ലാ വഴിയിലൂടെ പോകുന്നവർക്കും നെറ്റ് JRF കിട്ടുമെന്ന് പറഞ്ഞാൽ അതിലൊരു അർത്ഥമല്ലല്ലോ. മുമ്പൊരിക്കൽ ഒരാൾ മദ്രാസിലേക്ക് പോവായിരുന്നു. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചാൽ നീ മദ്രാസിലേക്ക് പോകുന്ന, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കും ഒരു PG വാങ്ങി വരണം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു അധ്വാനവും ഇല്ലാതെ നമുക്ക് നെറ്റ് JRF ലഭിക്കുക എന്നുള്ളത് അത് ലോജിക്കല്ലല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ അധ്വാനം ഉണ്ടാവും. നമ്മളുടെ ലക്ഷ്യം കാണുന്നത് വരെ നമ്മൾ പോരാടണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ ഒരു സമയത്ത് എന്റെ സംസാരം നിർത്തുകയാണ്. ശുക്രൻ ഇസ്തിമായിക്കും. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച ഫോക്കസ് അഡ്മിൻ കൂടിയായിട്ടുള്ള നസറുദ്ദീൻ സാറിന് കൃതജ്ഞത അറിയിക്കുകയാണ്. നമ്മളിനി ഇന്നത്തെ പ്രധാനപ്പെട്ട സംസാരത്തിലേക്ക് പോവുകയാണ്. നമുക്ക് ഈ ഒരു പേപ്പർ 1 അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാനും അതോടൊപ്പം ഓരോ യൂണിറ്റും എങ്ങനെയാണ്, ഏതെല്ലാം ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിലുള്ള കണ്ടന്റ് എന്താണ് എന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത ഇന്നത്തെ മുഖ്യ പ്രഭാഷണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പേപ്പർ പ്രസന്റേഷന് വേണ്ടിയിട്ട് പ്രസീത മാമിനെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ സംശയ നിവാരണങ്ങൾക്കും മറ്റുമൊക്കെ മാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ ഒരു ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഇനിയും മാമിന് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അപ്പോൾ പ്രസീത മാം, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ സർ. നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം, എസ്പെഷ്യലി ഒരു നാഷണൽ ലെവലിൽ എഴുതുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു പഠനത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കുന്ന സമയത്തും നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മോട്ടിവേഷൻ ആണ് നസ്രുദ്ദീൻ സാറ് പറഞ്ഞ വാക്കുകൾ എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. സാറ് പറഞ്ഞതിൻ്റെ അകത്ത് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആവരുത് എന്നും, നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങണം എന്നും ഒക്കെ ഉള്ളതിന്റെ ഒരു മോട്ടിവേഷൻ ഒരു പീക്കില് കൃത്യസമയത്ത് തന്നെ കിട്ടിയൊരു ടോക്കായിട്ട് തന്നെയാണ് എനിക്കതിനെ തോന്നിയിട്ടുള്ളത്. താങ്ക് യു സർ ഫോർ ദാറ്റ്. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഞാൻ ഇന്നൊരു 3 കഷ്ണങ്ങളാക്കിയിട്ട് എന്ത് ചെയ്യും, 3 കഷ്ണങ്ങളാക്കി മുറിക്കും. ഒന്ന്, പേപ്പർ 1 എന്താണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയും, രണ്ടാമത്തത് പേപ്പർ 1 എന്താണ് ഉള്ളതെന്ന് പറയാൻ വേണ്ടിയും, മൂന്നാമത്തതും അവസാനത്തതുമായ സെഷൻ ഈ പറഞ്ഞ പേപ്പർ 1 രണ്ടാമത്തെ സെഷനിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കുകളൊക്കെയുള്ള ആ ഒരു പേപ്പറിന് ഫോക്കസ് എന്താ ചെയ്യാൻ പോണത്, എങ്ങനെയാ നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾ എങ്ങനെയാണ് ഫോക്കസ് സഹായിക്കുക എന്നുള്ളതായിരിക്കും മൂന്നാമത്തെ സെഷനിൽ പറയാം. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞു തീരാനൊന്നും കാത്തു നിൽക്കുന്നു വേണ്ട, ഞാൻ പറയുന്ന പോയിന്റുകളുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ ഒരു സംശയം തോന്നുകയാണെങ്കിൽ, എന്തുകൊണ്ട് അത് ഇങ്ങനെ, അതല്ല അത് അങ്ങനെയാണോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ സംശയങ്ങൾ ഇൻ ബിറ്റ്വീൻ തന്നെ നിങ്ങൾക്ക് വോയിസ് റേസ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കാം. അവസാനം വരെ കാത്തു നിൽക്കണമെന്നൊന്നുമില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിലൊരു ഡൗട്ട് റൈസ് ചെയ്യുന്നത്, അപ്പൊ തന്നെ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവാന്നുള്ളതാണ്. ഞാൻ പറയുന്നതിൽ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയണം. മനഃപൂർവ്വം സ്പീഡ് കൂട്ടുന്നതല്ല. നോർമലി ഞാനൊരു സ്പീഡുള്ള ഒരാളാണ് സംസാരത്തിൽ, എസ്പെഷ്യലി ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. വല്ലാതെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അപ്പുറത്തേക്ക് എന്റെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയാട്ടോ. എനിവേ, ഇതിനകത്ത് ആദ്യമായിട്ട് പേപ്പർ 1 അറ്റൻഡ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ നെറ്റ് എക്സാം ഫസ്റ്റ് ടൈം എഴുതുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഒന്ന് തംസ് അപ്പ് ചെയ്താൽ മതി, ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ആദ്യം ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുന്നവർ 1 2 3 കുറെ എണ്ണവരുണ്ടല്ലോ. ഞാൻ ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പകുതിയോളം ആളുകൾ ഫസ്റ്റ് ടൈം ആണ് എന്ന് തോന്നുന്നു. റെസ്പോൺസുകൾ ഓരോന്ന് വരുന്നുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പം പറയാത്തവര് ഫസ്റ്റ് ടൈം ഓക്കെ, പറയാത്തവര് റിപ്പീറ്റ് ചെയ്യുന്നവരായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ എനിവേ, ഞാൻ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും ഈ പറയുന്ന ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന, ഫസ്റ്റ് അറ്റംപ്റ്റിന് കാത്തു നിൽക്കുന്ന മനുഷ്യന്മാരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ ഓൾറെഡി പലവട്ടം റിപ്പീറ്റ് ചെയ്യുകയും ഒരുപക്ഷെ പലവട്ടം എന്റെ സെഷനുകളിൽ തന്നെ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു തഴമ്പിച്ച ആളുകൾ എന്ത് ചെയ്യാം, ക്ഷമിച്ചിരിക്കുക. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഈ ഒരു സെഷനിൽ കൊടുക്കുക ആദ്യമായി എക്സാം എഴുതാൻ പോകുന്ന ആളുകൾക്കായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ലാഗ് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സോറി ഫോർ ദാറ്റ്. ഒരു ആന്റിസിപ്പേറ്റഡ് വെയിൽ ആദ്യമേ എടുക്കുകയാണ്. പറ്റുമെങ്കിൽ ഒരു പേപ്പറും ഒരു പേനയും ഒക്കെ ആയിട്ട് ഇരിക്കട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളതിന്റെ സംഭവങ്ങൾ എന്ത് ചെയ്യാണ്, എഴുതി വെക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ എന്ത് സാധനങ്ങളും ഈ ഓറിയന്റേഷൻ സെഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സ്വാഭാവികമായും എന്തിടും, അടുത്തൊരു എന്താ പറയാ എൻഡ് വരെ നീങ്ങാനുള്ള മോട്ടിവേഷന്റെ തിരി കൊളുത്തി തരിക എന്ന് പറയുന്ന ഒരു സാധനം കൂടി സ്വാഭാവികമായി ഞാൻ എല്ലാവരും എടുക്കുമ്പോഴും സംഭവിക്കും. അപ്പൊ അത് ഈ സാധനം മോട്ടിവേഷൻ ക്ലാസിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മോട്ടിവേഷൻ ടോക്കിന്റെ ഒരു പ്രത്യേകത, കേട്ട് കഴിയുന്ന സമയത്ത് ആ സമയത്ത് ഒരു തരിപ്പ് വരും. പിന്നെ ആ തരിപ്പ് ഒന്നും ഉണ്ടാവില്ല.
നാളെ രാവിലെ എണീക്കണ സമയത്ത് ഈ തരിപ്പ് ഉണ്ടാവില്ല, എന്തൊക്കെയോ കേട്ട് ഒരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും, നമ്മളെ പ്ലാന് പോലത്തെ സാധനങ്ങൾ, എങ്ങനെ ഇനി മുമ്പോട്ട് പോകണം, അതായത് എൻഡ് വരെ എങ്ങനെ ഇതേ പവറോടുകൂടി നിലനിൽക്കുക എന്നുള്ള സാധനത്തിൽ നമുക്ക് പ്ലാനുകൾ ഉണ്ട്. അപ്പൊ പ്ലാനുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ എന്ത് വേണം, കയ്യിലൊരു പേപ്പറും അതിലെഴുതാനുള്ള ആയുധം ഒക്കെ ആയിട്ടിരിക്കുക, ഉറങ്ങിപ്പോയരുത് കേട്ടോ. ഓക്കെ, എനിവേ മൂവിങ്. എങ്ങനെയാണ് നെറ്റിന്റെ പേപ്പർ വണ്ണിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ്. പേപ്പർ വൺ എന്താണെന്ന് പരിചയപ്പെടൽ തന്നെയാണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ എന്ത് പഠിക്കുന്നതിന് മുമ്പും എന്ത് കോഴ്സ് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ പഠിക്കാൻ പോകുന്നതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ ഒരു വലിയ ഘടകമാണല്ലോ. നമ്മൾ എന്ത് പേപ്പർ പഠിക്കണം അതിൽ എന്തുണ്ട് എന്ന് അറിയണം, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല. അപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളെ പറ്റി, എസ്പെഷ്യലി ജനറൽ പേപ്പറിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജികളെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് എന്തിനെ കുറിച്ചാണ്, പേപ്പർ വണ്ണിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. അതിനു മുമ്പ് പേപ്പർ വൺ എന്താണ് എന്നറിയണം. എന്താണ് ഈ പേപ്പർ വൺ, എന്താണ്? യെസ്, എന്നോടാണോ? എന്നോടല്ല. എന്താണ് പേപ്പർ വണ്ണിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ സ്റ്റേജ്. നമ്മൾ കടക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് എടുത്ത് വെക്കുന്ന സ്റ്റെപ്പ് എന്തിലോട്ടുള്ളതായിരിക്കണം, പേപ്പർ വൺ എന്തിനാണ് ഇത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്, എന്തിനാണ് പേപ്പർ വണ്ണിന് മാത്രമായ ഒരു ഓറിയന്റേഷൻ സെഷൻ, എന്തിനാണ് അതിന് ഇത്രക്ക് ബിൽഡപ്പ് കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം അറിയണം. പേപ്പർ വണ്ണിന് നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഉണ്ട്. നമ്മുടെ സബ്ജക്ട് പേപ്പറും ഉണ്ടാവും, പിന്നെ ഈ പറയുന്ന ഒരു ജനറൽ പേപ്പറും ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിൽ ഈ ജനറൽ പേപ്പറിന് എന്താണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ്, പേപ്പർ ടൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല കേട്ടോ. പേപ്പർ വണ്ണിന് കുറച്ചും കൂടി എന്താ പറയുക, ആരാധകർ കൂടുതലാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതൊരു കോമൺ പേപ്പർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഏത് സബ്ജക്റ്റിന് പരീക്ഷ എഴുതുന്നവരും, ഓക്കെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ സയൻസ് ആയിക്കോട്ടെ, സോഷ്യോളജി ആയിക്കോട്ടെ, ഏത് പേപ്പറിന് നിങ്ങൾ നെറ്റ് എഴുതുമ്പോഴും അവിടെയുള്ള ഒരു കോമൺ പേപ്പർ ആയിരിക്കും എന്ത്, ഈ പേപ്പർ വൺ എന്ന് പറയുന്ന ജനറൽ പേപ്പർ. എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇംഗ്ലീഷ് എഴുതുന്ന ഞാനും അറ്റൻഡ് ചെയ്യേണ്ടി വരും, അറബിക്ക് എഴുതുന്ന നിങ്ങളും അറ്റൻഡ് ചെയ്യേണ്ടി വരും, മലയാളം എഴുതുന്ന അപ്പുറത്തിരിക്കുന്ന കുട്ടിയും അറ്റൻഡ് ചെയ്യേണ്ടി വരും. എല്ലാവരും നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കേണ്ട ഒരു പേപ്പറാണ് എന്ത്, ജനറൽ പേപ്പർ. അതുകൊണ്ടാണ് അതിനെ കോമൺ പേപ്പർ ആണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ആ കോമൺ ആയിട്ടുള്ള ആ പേപ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാവരും ആ ഫേസിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ഇനി കോമൺ പേപ്പർ എന്ന് പറയുമ്പം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരേ ചോദ്യ പേപ്പർ ആണോ കിട്ടുമെന്ന് ചോദിച്ചാൽ അല്ല. ഓരോ സബ്ജക്റ്റുകാർക്കും വ്യത്യസ്തമായിട്ടുള്ള പേപ്പർ വണ്ണായിരിക്കും. അതായത് ഞാൻ ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് എന്ന് വായിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇംഗ്ലീഷിന് കിട്ടുന്ന പേപ്പർ വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല അറബിക്കാർക്ക് കിട്ടുക. അവർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല മലയാളം എഴുതുന്നവർക്ക് കിട്ടുക. അവർക്ക് കിട്ടുന്ന പേപ്പർ വണ്ണിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല പൊളിറ്റിക്കൽ സയൻസിന് കിട്ടുക. കോമൺ പേപ്പർ എന്ന് പറയുമ്പോഴും ചോദ്യത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. ഓക്കെ, പേപ്പർ സെയിം ആണ്, പക്ഷെ ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. സിലബസ് സെയിം ആണ്, അതുകൊണ്ടാണ് കോമൺ പേപ്പർ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. എല്ലാവരും പഠിച്ചേ പറ്റൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല, പറ്റില്ല എന്നൊന്നും, അല്ലെങ്കിൽ ഞാൻ ആ പേപ്പർ ചെയ്യുന്നില്ല, എനിക്കതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റില്ല. നിർബന്ധമായും എല്ലാവരും കടന്നു പോകേണ്ട ഒരു ഫേസ് ആണ് എന്ത്, പേപ്പർ വണ്ണിന്റെ സാധനങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിന്റെ ആദ്യത്തെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്, പേപ്പർ ടൂവുമായി കമ്പയർ ചെയ്യുമ്പോൾ പേപ്പർ വണ്ണ് കുറച്ചും കൂടി ഈസിയാണ് എന്നുള്ളതാണ്. പേപ്പർ ടു കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ പേപ്പർ ടു ഒരു മഹാസാഗരമാണ്. എല്ലാ സബ്ജക്ട് പേപ്പറും എന്താണ്, ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണല്ലോ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. അറബിക് എന്ന് പറയുമ്പോൾ അറബിക് ലിറ്ററേച്ചറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. ഇസ്ലാമിക് സ്റ്റഡീസിന് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. അപ്പൊ ചോദിക്കാനും പറയാനും ഒക്കെ അതിനകത്ത് ഇഷ്ടം പോലെ സാഗരം പോലെ സാധനങ്ങൾ കിടക്കുകയാണ്, സബ്ജക്റ്റുകൾ കിടക്കുകയാണ്, ടോപ്പിക്കുകൾ കിടക്കുകയാണ്. പക്ഷെ പേപ്പർ വണ്ണിന്റെ സിലബസ് ഒരു മൊഡ്യൂൾസ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൊഡ്യൂൾസിനകത്ത് ചുരുങ്ങി അങ്ങനെ നിൽക്കും. അത് സാഗരമല്ല, അത് വെറും ഒരു ചെറിയൊരു കുളമാണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പം, പേപ്പർ ടൂവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം പഠിക്കാൻ പേപ്പർ ടുവിന്റെ അത്ര ഭാരം ആർക്കില്ല, പേപ്പർ വണ്ണിനില്ല. അതുകൊണ്ട് തന്നെ ഒരു മോഡറേറ്റ് ലെവലിലൊക്കെ പേപ്പർ ടു എത്തിച്ചു കഴിഞ്ഞ മനുഷ്യന്മാര് പിന്നെ പണിയെടുക്കുക പേപ്പർ വണ്ണിന്റെ മേലെ. ആ സ്കോറിലേക്ക് അങ്ങോട്ട് എത്താൻ പേപ്പർ വണ്ണിനെ ശരിക്കും അങ്ങോട്ട് പിടിക്കും. ബാക്കി മാത്രം പിന്നെ പേപ്പർ ടൂവിൽ എടുത്താൽ മതിയോ.
അതുകൊണ്ട് തന്നെ സ്കോർ ചെയ്യാൻ ഈസിയുള്ള ആ പേപ്പറിന് ആരാധകർ കുറച്ച് കൂടുതലാണ്. അതാണ് അതിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തെ ഇമ്പോർട്ടൻസ്, പേപ്പർ 1 വരുന്ന ചോദ്യങ്ങളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചോദ്യത്തിന്റെ പാറ്റേണിനെ. ഓക്കെ, ഒരു ഇത്തവണ കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യങ്ങളുടെ ഒരു നിലവാരം, ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യന്, അടുത്ത പരീക്ഷയ്ക്ക് ഏത് നിലവാരത്തിൽ ചോദ്യം വരുമെന്ന് ഒരു പരിധി വരെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് എവിടെ പറ്റും? പേപ്പർ 1 പറ്റും. പേപ്പർ 2 ഒരു കാലത്തും ആ പ്രഡിക്ഷൻ നടക്കൂല. അതായത് അത് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദ്യം ഉണ്ടാക്കാം. പക്ഷെ പേപ്പർ 1 ഒരു കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ആ ബോക്സിന്റെ അകത്ത് കിടന്ന് ഉരുണ്ടു മറിയാനേ NTA പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യമേ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ എളുപ്പമാണ്. ഇന്നത് വരും എന്നൊരു ബോധ്യം ഉണ്ടായാൽ അത് പഠിച്ചാൽ മതിയല്ലോ. ആ ഒരു സൗകര്യം പേപ്പർ 1 പേപ്പർ 2 ആ സൗകര്യം വളരെ കുറച്ചുള്ളൂ. ഒരു 10% ആ പ്രഡിക്ഷൻ പരിപാടി പേപ്പർ 2 നടക്കുള്ളൂ. ഏകദേശം 90 മുതൽ 95% വരെ പ്രഡിക്ഷൻ കറക്റ്റ് എവിടെ ഉണ്ടാവും? പേപ്പർ 1 ഉണ്ടാവും. ഈ 3 സാധനമാണ് പേപ്പർ 1 ഇത്രമാത്രം ആരാധകരുള്ള ഒരു സാധനമാക്കി മാറ്റിയത്. ഞാനത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത്, പേപ്പർ 2 പഠിക്കാൻ ചിലപ്പോൾ എളുപ്പം പേപ്പർ 1 ആണ് എന്നുള്ളത്. ആ എളുപ്പമാണ് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തലാണ് എന്റെ ആവശ്യം. അതാണ് എന്ന് തെളിയിക്കലാണ് എന്ത് ഞാൻ പഠിപ്പിക്കുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയണേ. കാരണം നമ്മൾ പേടിച്ച അത്രയൊന്നും ഇതിലില്ല. നസ്രീൻ സാറും ഖാലിദ് സാറും ഒക്കെ പറഞ്ഞ പോലെ പണിയെടുത്താൽ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് എന്ത്, അതിന്റെ ഒരു ബേസിക് സെൻസ്. അപ്പൊ ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ഈ സാധനത്തിനകത്ത് പ്രെഡിക്റ്റ് ചെയ്യാനും ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും എല്ലാവരും ഒരേപോലെ അറ്റൻഡ് ചെയ്യേണ്ടതുമായ ആ പേപ്പറിന്റെ അകത്ത് എന്തുണ്ട് എന്നറിയലാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പ്രിപ്പറേഷന്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കി. അതെന്തായിരുന്നു? പേപ്പർ 1 എന്താ ഇതിന് മാത്രം സിഗ്നിഫിക്കൻസ് ഉള്ളത്, ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോവാം. രണ്ടാമത്തെ പടിയില് അതിന് സിലബസ് അറിയലാണ്. എന്തപ്പോ ഇതിനകത്ത് പഠിക്കാനുള്ളത്, എന്തപ്പോ ഇതിലുള്ളത് എന്നറിയല്. എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പണി എളുപ്പമായല്ലോ. അപ്പൊ എന്താണ് ഇതിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, എന്താണ് ഇതിലുള്ളത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റണം? 10 മൊഡ്യൂളുകൾ അതിലുണ്ട്, 10 ടോപ്പിക്കുകളെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുവിധം എല്ലാ പേപ്പർ 2 സിലബസും 10 മൊഡ്യൂളുകളായിട്ട് NTA ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ മൊഡ്യൂളും സാഗരമാണ്. അത് പേപ്പർ 2, അതായത് പേപ്പർ 2 പഠിക്കുന്നവർക്ക് അറിയാം അതിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാനത് പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പേപ്പർ 1 10 മൊഡ്യൂളുകൾ, ആഴമൊക്കെ വളരെ കുറവുള്ള കുഞ്ഞു കിണറുകളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 10 മൊഡ്യൂളുകളുള്ള ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ. പേപ്പർ 2 ആലോചിച്ച് വെക്കുക, ഒരു മൊഡ്യൂളിൽ നിന്ന് 5 ചോദ്യമെന്നോ 4 ചോദ്യമെന്നോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും പേപ്പർ 2 ഇല്ല. ഒരു മൊഡ്യൂളിൽ നിന്ന് തന്നെ ചിലപ്പം 20 ചോദ്യങ്ങൾ ഒരു മൊഡ്യൂളിൽ തന്നെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യം മാത്രം ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചേക്കാം. പേപ്പർ 2 സ്വഭാവം അങ്ങനെയാണ്, എവിടുന്ന് എന്തും ചോദിക്കാം. പേപ്പർ 1 അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. 10 മൊഡ്യൂളുകൾ ഉണ്ട്, ഒരു മൊഡ്യൂളിൽ നിന്ന് 5 ചോദ്യം. അങ്ങനെ 10 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ 50 ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഉറപ്പായും ഒരു മൊഡ്യൂളിൽ നിന്ന് 5 ചോദ്യം, അതിന് ഒരു മാറ്റവും പാറ്റേണിൽ ഉണ്ടാവില്ല. ഓക്കെ, 10 മൊഡ്യൂളിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതം ചോദിച്ച 50 ചോദ്യമുള്ള ഒരു പേപ്പറാണ്. അത് തന്നെയാണ് ഇതിനെ ഈസി ആക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇതാണ് പേപ്പർ 2 ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഈ 10 മൊഡ്യൂൾ എന്ന് പറയുമ്പം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. പേപ്പർ 1 മൊഡ്യൂളുകൾ 10 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ തുടങ്ങി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വന്ന് കോംപ്രഹെൻഷനും കമ്മ്യൂണിക്കേഷനും ചാടി മാത്തമാറ്റിക്കൽ റീസണിങ്ങും തൊട്ട് ലോജിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ഒക്കെ കടന്ന് ICT എന്നും എൻവയോൺമെന്റ് എന്നും ഹയർ എഡ്യൂക്കേഷൻ എന്നും പറയുന്ന 3 ടോപ്പിക്കുകളൊക്കെ ആഡ് ചെയ്യപ്പെട്ട 10 മൊഡ്യൂളുകൾ ഉള്ള ഒരു സാധനമാണ് എന്ത്, നമ്മുടെ ജനറൽ പേപ്പർ എന്നും കോമൺ പേപ്പർ എന്നും പേപ്പർ 1 എന്നും ഈസി പേപ്പർ എന്നും സ്കോർ ചെയ്യാൻ എളുപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേപ്പറിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ഓരോ മൊഡ്യൂളിനും നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ് തരും. നമ്മുടെ പ്ലാൻ ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറയും. എങ്ങനെയാണ് ഫോക്കസ് നിങ്ങളുമായിട്ട് ഡീൽ ചെയ്യാന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഇതിനൊക്കെ ഓരോന്നിനൊന്ന് പരിചയപ്പെടാം. ഈ 10 മൊഡ്യൂളുകളായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും ഇതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയാ ആഴത്തിൽ ചോദ്യം ചോദിക്കാറുള്ള 2 ഏരിയ, ഭയങ്കര ആഴത്തിൽ ഇൻഡെപ്തിൽ ചോദ്യങ്ങൾ പോകുന്ന 2 ഏരിയ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും. അതിന്റെ തിയറിയും സാധനങ്ങളൊക്കെ വെച്ച് അതിന്റെ ടെക്നിക്കാലിറ്റിയും അപ്ലിക്കേഷനും ഒക്കെ വെച്ച് ചോദിക്കും. പേടിക്കേണ്ടതില്ല. ഓക്കെ, നേരത്തെ ഈസി എന്നൊക്കെ പറഞ്ഞതിന് ആഴം എന്നൊക്കെ പറയുമ്പോൾ പേടിക്കരുത്. കാരണം ആഴം വളരെ കുറവുള്ളൊരു കിണറാണ് എന്ത്, പേപ്പർ 1. അതിന്റെ അകത്ത് ഉള്ളതിൽ അത്യാവശ്യം എന്താ പറയാ ഒരു ആശയ ദാരിദ്ര്യം ഇല്ലാത്ത 2 ടോപ്പിക്കുകളാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് മാത്രം കണ്ടാൽ മതി. ഉള്ളതിൽ വമ്പന്മാർ എന്നുള്ള സംഭവം.
വൈ എന്ന് ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ നെറ്റ് എഴുതുന്നത്, എന്തിനാണ് നമുക്ക് JRF കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടുത്തരങ്ങളാണ്. നമുക്ക് ഒരു പണിയില്ലാത്തവർ അതിലെ പോണ സമയത്ത് വന്നിരുന്ന് എഴുതുന്ന സാധനം അല്ലല്ലോ നെറ്റ്. നെറ്റ് എഴുതുന്നതിന് 2 ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് ടീച്ചർ ആവണം, ഓക്കെ, അസിസ്റ്റന്റ് പ്രൊഫസർമാരാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റിസർച്ച് ചെയ്യണം. ഈ 2 ആവശ്യങ്ങളുള്ള മനുഷ്യന്മാരെ എന്ത് ചെയ്യുള്ളൂ, നെറ്റ് എഴുതുള്ളൂ. പിന്നെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എഴുതുന്ന മനുഷ്യന്മാരുണ്ട്, അവർ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. നമുക്കിത് ആവശ്യകത എന്ന് പറയുന്ന സാധനം ഉള്ളവർക്കാണല്ലോ ഈ സാധനത്തിനെ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റുക, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടൻസ് ഒരു എടുക്കാൻ പറ്റുക. അപ്പൊ ഒന്നുകിൽ ടീച്ചർ ആവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യുക എന്നുള്ള 2 ആസ്പെക്റ്റിലാണ് നിങ്ങൾ നെറ്റ് എഴുതുന്നത്, JRF കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് ഫെലോഷിപ്പുകൾക്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ. അപ്പോ സ്വാഭാവികമായും എന്ത് ചെയ്യപ്പെടും, നിങ്ങളുടെ അധ്യാപനത്തിലുള്ള തിയറികളെ കുറിച്ചുള്ള അറിവും റിസർച്ചിലുള്ള നിങ്ങൾക്കുള്ള അറിവും എന്ത് ചെയ്യപ്പെടും, ആഴത്തിൽ അളക്കപ്പെടും. അത് അളക്കം വേണം. കാരണം ഇതിന്റെ ഔട്ട്പുട്ടായിട്ട് BEd പോലും ഇല്ലാത്തവരായിരിക്കും നെറ്റിന് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പൊ സ്വാഭാവികമായും ഇത് രണ്ടും അളക്കൽ നെറ്റിന്റെ ബാധ്യതയാണ്. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യപ്പെടും, ആഴത്തിലുള്ള ചോദ്യങ്ങൾ ആ 2 ടോപ്പിക്കിൽ നിന്നും പഠിക്കാനുണ്ടാവും. ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിയറികൾ, അതിന്റെ ആ തിയറിയുടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ സാധനം നമ്മൾ പഠിക്കൂട്ടെ, എല്ലാം പഠിക്കും നമ്മൾ. അതൊക്കെയാണ് എവിടെ വരുന്നത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. റിസർച്ച് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന തിയറികൾ എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന സാധനങ്ങളാണ് എവിടെ വരിക, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ വരിക. അടുത്താണ് കോംപ്രഹെൻഷൻ. അപ്പൊ ടീച്ചിങ് നമ്മൾ പറഞ്ഞു, റിസർച്ച് നമ്മൾ പറഞ്ഞു. അടുത്താണ് കോംപ്രഹെൻഷൻ. കോംപ്രഹെൻഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു തരം മനസ്സിലാക്കലാണല്ലോ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. കോംപ്രഹെൻഷൻ ആണ് ഈ മൊഡ്യൂളുകളിലൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള മൊഡ്യൂൾ എന്നാ ഞാൻ പറയാ. കാരണം ചോദ്യം ഉത്തരവൊക്കെ ചോദ്യത്തിൽ ഉണ്ടാവുന്ന ഒരു സാധനം. അതായത് ഒരു പാരഗ്രാഫ് തരും, ഏതെങ്കിലും ഒരു പാരഗ്രാഫ്, ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് വായിച്ച് ആ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ തരും. ഇതിൽ ചോദ്യങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവരായതുകൊണ്ട് പറയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു ചോദ്യം ഉണ്ടാവും, അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും, ABCD 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷനിൽ ഏറ്റവും ശരിയായ ഉത്തരത്തെ പിക്ക് ചെയ്യലാണ് എന്ത്, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണോ ആ ഓപ്ഷനെ പിക്ക് ചെയ്യലാണ് നമ്മുടെ പരിപാടി. ഇപ്പൊ കോംപ്രഹെൻഷൻ ചോദിക്കുന്ന സമയത്ത് ഒരു പാരഗ്രാഫ് തരും, മീനിങ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അതിനൊക്കെ നമ്മളെടുത്ത വഴിയുണ്ട്. ഓക്കെ, കോംപ്രഹെൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, കോംപ്രഹെൻഡ് ചെയ്യുക, മീനിങ് മനസ്സിലാക്കുക എന്നുള്ള സംഭവമാണ്. ഇപ്പൊ കോംപ്രഹെൻഷനൊക്കെ ട്രിക്കുകൾ ഉണ്ട്, അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട, അതൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പം ഒരു പാരഗ്രാഫ് ഉണ്ടാവും. ആ പാരഗ്രാഫിനെ ആസ്പദമാക്കിയിട്ട് 5 ചോദ്യങ്ങൾ ഉണ്ടാവും. 5 ചോദ്യങ്ങൾക്കും ഓരോ ചോദ്യത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ചോദ്യം വായിച്ചിട്ട് ഉത്തരം നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കണം, മേലെ തന്ന പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കണം. അതാ ഞാൻ പറഞ്ഞ ചോദ്യം അവിടെ ഉണ്ടാവും, ഉത്തരവും എവിടെ ഉണ്ടാവും, പാരഗ്രാഫിൽ തന്നെ ഉണ്ടാവും. അതിനുള്ള ട്രിക്കുകളും സാധനങ്ങളൊക്കെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയും. അപ്പൊ ഇതാണ് അതിന്റെ സ്വഭാവം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംഭവം വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ബേസിക് ഇംഗ്ലീഷ് സ്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ പേപ്പറിന്റെ അകത്ത് കോംപ്രഹെൻഷന്റെ ചോദ്യം കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. എല്ലാത്തിനും ലക്ഷ്യമുണ്ട് കേട്ടോ, ടീച്ചിങ്ങും റിസർച്ചും ലക്ഷ്യം ഞാൻ പറഞ്ഞു, ആവശ്യം എന്താന്നുള്ളത്, എന്തുകൊണ്ട് സിലബസിൽ വന്നു എന്നുള്ളത്. കോംപ്രഹെൻഷന്റെ ആവശ്യം എന്താ, ബേസിക് കോംപ്രഹെൻഷൻ എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ, ഒരു ബേസിക് ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് എന്ത്, കോംപ്രഹെൻഷന്റെ പരിപാടി. 4മത്തതാണ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂള്. ഈ 10 മൊഡ്യൂളുകളിലെ ഏറ്റവും കുഞ്ഞു മൊഡ്യൂളാ, വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. ചിലപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ 3ഉം 4ഉം ക്ലാസ്സിൽ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി ആവശ്യം വരുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ ടോപ്പിക് ചിലപ്പോൾ 1ഓ 2ഓ ക്ലാസ്സിലങ്ങ് തീരും ബേസിക്കലി. ഓക്കെ, ചിലപ്പോൾ അതിന്റെ തിയറികളൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പം 2.5-3 ക്ലാസ്സിലേക്ക് ആയി പോകും എന്നുള്ളതിലപ്പുറം വളരെ ചെറിയ മൊഡ്യൂളായിട്ടും വളരെ എളുപ്പമുള്ള മൊഡ്യൂളായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാണുന്നത്. കമ്മ്യൂണിക്കേഷന്റെ തിയറികൾ, അതായത് പറയുന്ന ആളും കേൾക്കുന്ന ആളും അതിന്റെ ഇടയ്ക്ക് വരുന്ന അത് പറയാൻ ഉപയോഗിക്കുന്ന ചാനലും അതിന്റെ ഇടയ്ക്ക് വരുന്ന ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ വെച്ചിട്ട് നമ്മുടെ കോമൺ സെൻസിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ വരാറുള്ളത്. പിന്നുള്ളത് കമ്മ്യൂണിക്കേഷൻ തിയറീസ് ആണ്. ആ തിയറികളാണ് പിന്നെ അതിൽ ബൈഹാർട്ടായിട്ട് പഠിക്കാനുണ്ടാവുക. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മൊഡ്യൂളുകളിലൊന്നാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്താണ് മാത്തമാറ്റിക്കൽ റീസണിങ്. ചിലപ്പോൾ പലരുടെയും വില്ലൻ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും അല്ലെ, മാത്സിന് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ എന്താ പറയാ +2 വേറെ ഏതെങ്കിലും ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകൾ എടുത്തിട്ടുണ്ടാവുക. അത് മാത്സ് വേണ്ട മടുത്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും UG PG ഒക്കെ നമ്മൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സബ്ജക്റ്റിൽ എടുത്തിട്ടുണ്ടാവുക. അവസാനം നമ്മൾ എവിടെ എത്തിച്ചേരാണ്, നെറ്റിന് പഠിക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഇതേ കിടക്കണു മാത്സ് എന്ന് വിചാരിക്കണ്ട.
നെറ്റിനൊക്കെ ചോദിക്കുന്ന മാത്സ്, ഒരു നാഷണൽ ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ള മാത്സിന്റെ ഒരു സ്വഭാവം 10ാം ക്ലാസ് വരെ പഠിച്ച മാത്സ് എന്നുള്ളതാണ്. ഓക്കെ, 10 വരെ നിങ്ങൾ പഠിച്ച മാത്സ് ചോദിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെയും NTA നടത്തുന്ന നെറ്റ് എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ പഠിച്ച എല്ലാ മാത്സും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ് പോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റീസ് മാത്രം ചെക്ക് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളെ നെറ്റിന് ചോദിക്കൂ. അല്ലാതെ ജിയോമെട്രി ചോദിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലുള്ള ഇക്വേഷൻസ് ചോദിക്കില്ല. ഒരു സാധനങ്ങളും അത്തരം വലിയ വലിയ സംഭവങ്ങളൊന്നും, പോസിബിലിറ്റി തിയറികളൊക്കെ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊന്നും എവിടെ ചോദിക്കില്ല? നെറ്റിന്റെ മാത്സിന് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടും സിലബസ് NTA മാറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ടും അടുത്ത എക്സാമിന് അത് ചോദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ബലമായ പ്രതീക്ഷയും. അങ്ങനെ പെട്ടെന്ന് എടുത്തിട്ട് സിലബസ് ആരോടും പറയാതെ മാറ്റാനൊന്നും NTAക്ക് പറ്റില്ല. അതിനൊക്കെ ഭയങ്കര ഒഫൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിലവിലുള്ള സിലബസിൽ എന്തില്ല? ഇത്തരം വലിയ വലിയ മാത്തമാറ്റിക്കൽ സാധനങ്ങളൊന്നുമില്ല. ബേസിക് മാത്സ് 10 വരെ നമ്മൾ പഠിച്ച മാത്സിലെ വളരെ ബേസിക് ആയിട്ടുള്ള മൊഡ്യൂളുകളിൽ തന്നെ വളരെ എളുപ്പമുള്ള സാധനങ്ങളെ കഷ്ണമാക്കി എടുത്തിട്ട് ഇങ്ങോട്ട് വെച്ചൊരു സാധനമാണ് എന്ത്? മാത്തമാറ്റിക്കൽ റീസണിങ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബേസിക്സ് ഒക്കെ നമ്മുടെ മാത്സിന്റെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിന്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോവാ. ഓരോ ചോദ്യങ്ങൾ പറയുന്ന സമയത്തും ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നത്, വഴികളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മുടെ മാത്സിന്റെ ക്ലാസ്സുകൾ പോകുക. നമുക്കറിയാം, നമ്മളൊന്നും മാത്സിലെ പണ്ഡിതന്മാരോ അത്രമാൽ ആഗ്രഹണ്യന്മാരോ ഒന്നല്ല. നമുക്ക് എക്സാം പാസ്സാവും, വെറും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോഴും വീണ്ടും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. വെറും 5 ചോദ്യം ഉത്തരത്തിന് കിട്ടാനുള്ള മാത്സ് മാത്രം പഠിച്ചാൽ മതി. ഒക്കെ മൊത്തം 50 ചോദ്യം മാത്സ് അല്ല, 50 ചോദ്യത്തിലെ അത് 10 മൊഡ്യൂളിലെ വെറും ഒരു മൊഡ്യൂളായ ആ മൊഡ്യൂളിലെ തന്നെ വെറും 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള മാത്സ് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ മാത്സോ എന്ന് കണ്ടിട്ട് അതിനെ ടച്ച് പോകുകയോ അതിനെ ഭയങ്കര ടഫ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അടുത്താണ് ലോജിക്കൽ റീസണിങ്. ലോജിക്കൽ റീസണിങ് എന്നാണ് അതിന്റെ പേരെങ്കിലും ഒരു തരത്തിലും നിങ്ങൾക്ക് ലോജിക്കലായിട്ടുള്ള ഒരു സാധനവും കണ്ടുപിടിക്കാൻ പറ്റാത്ത മൊഡ്യൂളുകളിൽ ഒന്നാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സിലബസ് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല രസമുള്ള ടോപ്പിക്കാണ്. പൊതുവെ മാത്സ് പോലെ തന്നെ ഒരു ടഫസ്റ്റ് ഏരിയ എന്നാണ് പൊതുവെ കുട്ടികൾ പറയാറുള്ളത്. പക്ഷെ ഞാൻ പറയാം, വൺസ് അതിന്റെ പ്രിൻസിപ്പിൾസ് ഇങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളൊരു സാധനം കറക്റ്റ് ഒരൊറ്റ പോയിന്റിൽ കത്താം, ഒരൊറ്റ പോയിന്റിൽ അത് അങ്ങോട്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ഈ 10 മൊഡ്യൂളുകളിലെയും ഏറ്റവും രസമുള്ളതും ഏറ്റവും എളുപ്പമുള്ളതുമായിട്ടുള്ള മൊഡ്യൂളുകളിൽ ഒന്ന് ലോജിക്കൽ റീസണിങ് ആയിരിക്കും. കാരണം വളരെ കുറഞ്ഞ തിയറികളെ പഠിക്കാനുള്ളൂ. കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് പഠിക്കാനുള്ള അത്ര തിയറികൾ പോലും ലോജിക്കൽ റീസണിങ്ങിൽ പഠിക്കാറില്ല. കോൺസെപ്റ്റ് മനസ്സിലാവുക, നമ്മുടെ ഒരു എന്താ പറയാ ലൈക്ക് കോമൺ സെൻസിന്റെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ അതിലുണ്ടാവും, നമ്മുടെ മൈൻഡ് അത് പഠിക്കണ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതിൽ മാത്രമേ വേണ്ടൂ. അതിലപ്പുറം വലിയ ബുദ്ധിമാന്മാരോ ഭയങ്കര ഇന്റലക്ച്വൽ IQ കാപ്പബിലിറ്റി ഉള്ള മനുഷ്യന്മാരോ ഒന്നും ആവേണ്ട ആവശ്യമില്ല എന്ത് ലോജിക്കൽ റീസണിങ് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ലോജിക്കൽ റീസണിങ് ടഫ് ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടതെങ്കിൽ ആ സാധനം ഇവിടുന്നേ അയച്ചു കളയാം. ദിസ് ഇസ് ഈസി എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കുക. മാത്സ് പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങൾ എന്നുള്ള സാധനങ്ങളാണ്. അടുത്താണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ലോജിക്കൽ റീസണിങ് പറഞ്ഞു. അടുത്താണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റയെ ഇന്റർപ്രിറ്റ് ചെയ്യുക. ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലൊരു ടോപ്പിക് കൊടുത്തത്. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം ഒരു കച്ചവടം നടത്തിയിട്ട് അതിലെ വിറ്റ കണക്കോ അല്ലെങ്കിൽ വാങ്ങിയ കണക്കോ എന്തെങ്കിലും കണക്കുകളൊക്കെ ഒരു ടേബിൾ ആർ ഫോമിൽ നമ്മളും കുറെ ടീച്ചർമാരായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. കുട്ടികളുടെ മാർക്കൊക്കെ നമ്മൾ എന്തോരം ടേബിൾ ആക്കി എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ടേബിൾ തരും. ആ ടേബിളിനെ ആസ്പദമാക്കിയിട്ട് അതിന്റെ ആവറേജ് കാണാനോ ലൈക്ക് ദാറ്റ് അതേപോലുള്ള 5 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ 5 ചോദ്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? ടേബിളിൽ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ആദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫസ്റ്റ് നെറ്റ് എഴുതുന്ന സമയത്ത് PG ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യം നെറ്റ് എഴുതുന്നത്. അന്ന് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒന്നും എന്താണെന്നും അറിയില്ല. ജസ്റ്റ് വെറുതെ നെറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, എന്താണ് ഇതിന്റെ സ്വഭാവം എന്നറിയാൻ വേണ്ടിയിട്ട് പോയി എഴുതിയതാണ്. അപ്പോൾ എഴുതിയ സമയത്ത് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നും അറിയില്ല. അപ്പൊ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ടേബിളിന് ആസ്പദമാക്കി 5 ചോദ്യങ്ങളുണ്ട്. ആ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് ആ ടേബിളിൽ തന്നിട്ടുള്ള ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ്, കൂട്ടിയിട്ടും കുറച്ചിട്ടും ആണ് എന്നുള്ള കത്തലൊന്നും ബോധ്യമൊന്നും അന്നില്ല. ഓക്കെ, നമ്മൾ കുട്ടികളാണല്ലോ, അന്നില്ല എന്നുള്ള നമ്മൾ കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു, ആരും പറഞ്ഞു തന്നിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല, അതിന്റെ സിലബസ് പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അഭിമുഖീകരിക്കുന്ന ഒരാളുടെ മൈൻഡ് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം.
ഓക്കെ, അത് ആ ഒരു ലെവലിലായിരിക്കും അവർ ചിന്തിക്കുക. ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യം കണ്ട് അത് ഇങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യത്തോടൊന്നും ആയിരിക്കില്ല ഒരു മനുഷ്യൻ വന്നിട്ട് ആ ചോദ്യത്തിന് മുമ്പിൽ ഇരിക്കുക എന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. കാരണം ഞാൻ ആ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരാളാണ്. അപ്പം ഫസ്റ്റ് ടൈം ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യം കാണുമ്പോൾ വട്ട് ഇസ് ഇറ്റ് എന്ന് ആലോചിക്കുന്ന മനുഷ്യന്മാരായിരിക്കും നമ്മള്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന സ്റ്റേജിലേക്കൊക്കെ എത്താൻ പറ്റും. രണ്ടാമത്തെ നെറ്റൊക്കെ എഴുതാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറ്റണ കാര്യമാണ്. ഞാനും നിങ്ങളെ പോലെ എന്തല്ല മാത്സിൽ ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരാളൊന്നല്ല. ഞാനും ലിറ്ററേച്ചർ ഫീൽഡാണ്. നെറ്റിന് വേണ്ടി മാത്രം എന്താക്കിയതാണ്, മാത്സിനെയും ഡാറ്റേനെയും ഒക്കെ കയ്യിലാക്കിയ ഒരാളാണ്. അപ്പൊ ഓരോ സ്റ്റേജിലും നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പോലും എനിക്കറിയാം നിങ്ങൾ അത് അത് വലിയൊരു ഡൗട്ടാണെന്നുള്ളത്. ചിലപ്പോൾ കുഞ്ഞു ഡൗട്ട് ആയിരിക്കും, അത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ എന്തുകൊണ്ട് ഇത് വന്നു, ഒന്നും കൂട്ടി എന്തുകൊണ്ട് രണ്ടും വന്നു, ലൈക്ക് അതുപോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള. ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു എന്താ പറയാ ഡാറ്റയുടെ ചോദ്യം കിട്ടി കഴിയുന്ന സമയത്ത് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ആദ്യമായിട്ട് നമ്മളൊരു ചോദ്യം കിട്ടുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള സാധനം. അപ്പൊ ആദ്യമായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള സംഭവത്തിലൂടെ, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, കയ്യിലാക്കാൻ പറ്റുക എന്നുള്ള സാധനത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കിടക്കേണ്ടത്. അപ്പൊ ഓരോ ഡാറ്റയുടെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആവും ആവറേജിന്റെ, മാത്സിൽ പഠിച്ച ആവറേജിന്റെ ടോപ്പിക് ഡാറ്റയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, മാത്സിൽ പഠിച്ച പെർസെന്റേജിന്റെ ടോപ്പിക് ഡാറ്റയിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, മാത്സിൽ പഠിച്ച റേഷ്യോ ഡാറ്റയിൽ വന്നിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം. അപ്പൊ എപ്പോഴും ഡാറ്റയുടെ ബേസിക് എവിടെയാ കിടക്കണേ, മാത്സിലാണ് കിടക്കണേ. അതുകൊണ്ട് തന്നെ മാത്സിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഡാറ്റന്റെ ക്ലാസ്സിലേക്ക് വരും എന്നുള്ളത് വേറൊരു കാര്യം. ഇനി അടുത്താണ്, അപ്പൊ മാത്സുമായിട്ട് ചെറിയൊരു ബന്ധം ആർക്കുണ്ട്, ചെറുതല്ല വലിയൊരു ബന്ധം ആർക്കുണ്ട്, ഡാറ്റയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ എന്താണ്, കൂട്ടാനും കുറയ്ക്കാനും ഹരിക്കാനും ഗുണിക്കാനും വൃത്തിയായിട്ട് അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഡാറ്റ എന്തല്ല, ഡാറ്റ ഒരു വലിയ സംഭവമല്ല. എന്തുമാത്രം അറിഞ്ഞാൽ മതി, നന്നായിട്ട് കൂട്ടാനും തെറ്റാതെ കുറയ്ക്കാനും തെറ്റാതെ ഗുണിക്കാനും തെറ്റാതെ ഹരിക്കാനും. അത് ഏത് സംഖ്യ ഹരിക്കണം എന്നുള്ള ബോധ്യമൊക്കെ വേറെ ഉണ്ടാവണം കേട്ടോ. അതിനാണ് നമ്മൾ മാത്സ് ആദ്യം പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പറ്റുന്ന ഒരാൾക്ക് ഡാറ്റ എന്തല്ല, ടഫ് അല്ല. അങ്ങനെ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അവിടേക്ക് എത്തും എന്നുള്ളതാണ് കേട്ടോ. ഇനി അടുത്താണ് ICT, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ഷൻ ഉള്ള സംഭവമായിരിക്കും എന്ത്, ICT എന്ന് പറയുന്ന സാധനം. അതായത് അതിൽ ചോദിക്കുന്ന 5 ചോദ്യങ്ങളും ഓക്കെ, 5 ചോദ്യങ്ങളിൽ ഒരു 3-4 ചോദ്യങ്ങളൊക്കെ നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അതായത് റീസെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെ സംബന്ധിച്ച്, റീസെന്റ് ആയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക, ഈവൻ ഇൻസ്റ്റഗ്രാം പോലും ചോദ്യമായിട്ട് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, ഗൂഗിൾ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, ഗൂഗിൾ മീറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്, AI-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങള്. എന്നോടാണോ? ഓക്കെ പോട്ടെ. അങ്ങനത്തെ കുറെ സാധനങ്ങളാണ് എവിടെ വരുന്നത്, ICT-യിൽ വരുന്നത്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഈ ICT അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ടീച്ചിങ് മേഖലയിൽ എന്തൊക്കെ ചെയ്യും, ആ ഒരു സാധനം കൂടി വരും കേട്ടോ. ICT എനാബിൾ ചെയ്തുകൊണ്ട് ടീച്ചിങ്ങിൽ നമ്മൾ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്, ICT എനാബിൾ ചെയ്തുകൊണ്ട് റിസർച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ സോഫ്റ്റ്വെയറുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്, ആ രീതിയിലൊക്കെ ടോപ്പിക്കുകൾ കടന്നു പോകുന്ന ഒരു സാധനമാണ് എന്ത്, ICT എന്ന് പറയുന്ന സംഭവം. അടുത്താണ് പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന സംഭവം. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന് വളരെ വ്യക്തമായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പരിസ്ഥിതി പഠനം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടാവും, ഒരു പുസ്തകം ഉണ്ടായിരുന്നല്ലോ, എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്നായിരിക്കും CBSE-ക്കാർ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവാം. ഈ ടെക്സ്റ്റിന്റെ അകത്ത് പണ്ട് നമ്മൾ പഠിച്ച കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതായത് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് തിയറികൾ എന്തൊക്കെയാണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടത്തുക, പൊല്യൂഷൻ എന്തൊക്കെയാണ്, മറ്റേ നമ്മുടെ ഭൂമിയുടെ ലെയറുകൾ ഏതൊക്കെയാണ്, പണ്ട് നമ്മൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫി ടെക്സ്റ്റിലൊക്കെ പഠിച്ച കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതിന്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആണ് എവിടെ വരിക, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റിൽ വരിക. പ്ലസ് റീസെന്റ് ആയിട്ട് ഗവൺമെന്റ് എൻവിയോൺമെന്റിന് വേണ്ടി എടുത്തിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവും. ഇന്ത്യൻ ഗവൺമെന്റ് എടുത്ത ആക്ഷൻസും UN എടുത്തിട്ടുള്ള വേൾഡ് വൈഡ് ആയിട്ട് എടുത്തിട്ടുള്ള ആക്ഷൻസും. അങ്ങനത്തെ ടോപ്പിക്കുകൾ വരുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവിയോൺമെന്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ. അടുത്താണ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അതിന് ലോകവുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പുതിയ ഇംപ്ലിമെന്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതിന്റെ ഒഫീഷ്യൽ സൈറ്റുകൾ നമ്മളോട് എന്തൊക്കെയാണ് പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള സാധനങ്ങളാണ് എവിടെ ഉണ്ടാവുക, ഹയർ എഡ്യൂക്കേഷനിൽ ഉണ്ടാവുക. ഒന്നുകൂടി പറഞ്ഞാൽ അവസാനം നമ്മൾ ഈ പറഞ്ഞ 3 ഉണ്ടല്ലോ, ICT, എൻവിയോൺമെന്റ് ആൻഡ്
ഹയർ എഡ്യൂക്കേഷൻ, ഈ മൂന്നെണ്ണവും GK ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഒരു 90% ചോദിക്കുക എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആസ്പെക്റ്റിലും എൻവിയോൺമെന്റ് റിലേറ്റഡ് ആയും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയും ഇന്ത്യൻ ഭരണഘടന റിലേറ്റഡ് ആയും പൊളിറ്റി റിലേറ്റഡ് ആയും റീസെന്റ് ആയിട്ട് വരുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ അറിയണമെന്നർത്ഥം. അതറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് ഗവൺമെന്റിന് സൈറ്റ് ഉണ്ട്. വികാസ്പീഡിയ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിന്റെ അകത്ത് കൃത്യമായിട്ട് അവർ ഓരോ മാസത്തെയും GK അപ്ലോഡ് ചെയ്യാറുണ്ട്. ഫോർ ആർക്ക് വേണ്ടി, കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടി മാത്രമായിട്ട് കൺസോളിഡേറ്റഡ് ആയിട്ട് നാഷണൽ ഇന്റർനാഷണൽ സാധനങ്ങൾ, അതിന്റെ ഡീറ്റെയിൽ സാധനങ്ങൾ, അതായത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഗവൺമെന്റ് തന്നെ ഇറക്കിയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ആ വെബ്സൈറ്റ് കയറി ഇറങ്ങുക എന്നുള്ള സംഭവമാണ്. പക്ഷെ അതൊക്കെ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറയും. സിലബസ് പറയുന്ന സമയത്ത്, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത്, നമ്മുടെ ഗൈഡൻസ് കിട്ടുന്ന സമയത്ത് പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നായിട്ട് എങ്ങനെ എന്തൊക്കെയാന്നുള്ള സാധനങ്ങൾ ഓരോ ക്യാപ്സുലുകളായിട്ട് തന്നുകൊണ്ടിരിക്കും. എല്ലാം അങ്ങനെ പറയൽ, ഈ ഒരു ഓറിയന്റേഷൻ സെഷനിലെല്ലാം പറയൽ എന്തായിരിക്കില്ല, ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ അറിയേണ്ട കാര്യം ഇത്രയും മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളുകളൊക്കെ എന്താണ്, പഠിക്കാൻ പേപ്പർ 2ന്റെ അത്ര ടഫ് ഇല്ലാത്ത സാധനങ്ങളാണ് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പേപ്പർ 1 ഭയങ്കര ടഫാണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര സംഭവമാണ്, അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ള മെന്റാലിറ്റിയോട് കൂടി കയറി വന്നവരാണെങ്കിൽ ആ പേടിയൊക്കെ എന്ത് ചെയ്യുക, അപ്പുറത്തൊരു മുറിയിൽ കയറി വാതിലടച്ചിട്ട് അതിനെ അവിടെ കുറ്റിടുക. എന്നിട്ട് നിങ്ങൾ എന്തിരിക്കുക, നിങ്ങളൊരു പുതിയൊരാളായിട്ട് എന്ത് ചെയ്യാ, പുറത്തോട്ടേക്ക്. ഏതാ സൈറ്റ് എന്നൊക്കെ പറയൂ കേട്ടോ, അതൊക്കെ നമ്മൾ ക്ലാസ്സിന്റെ സമയത്ത് പറയും. അതൊക്കെ പാർട്ട് ഓഫ് ദ സിലബസ് ആണ്. സൈറ്റിന്റെ പേര് പറയാം, വികാസ്പീഡിയ എന്നാണ് അതിന്റെ പേര്. അതിൽ എങ്ങനെ, അതിന്റെ അകത്ത് നിന്ന് എന്തെടുക്കണം, അതിൽ കുറെ സാധനങ്ങളുണ്ട്, ചറപറയായിട്ട് കുറെ സാധനങ്ങളുണ്ട്. അതിൽ എന്തെടുത്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള സാധനങ്ങളും ഗൈഡൻസ് ഒക്കെ തരും. അതിനെപ്പറ്റി ഇപ്പൊ നിങ്ങൾ ഓവർ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ പതിയെ പതിയെ നമ്മളെടുത്ത് കിട്ടുന്ന കുറെ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പറയുന്ന ഇത്തരം സാധനങ്ങളെ കുറിച്ച് ഓവർ വെറീഡ് ആവാതിരിക്കുക. അത് ഓരോ സമയത്തിനും എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് എത്തും. ഓക്കെ, അതിനെ പറ്റി എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ടതില്ല കേട്ടോ. അപ്പൊ ഇതാണ് പേപ്പർ 1ലെ സിലബസ് എന്ന് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലൊരു വലിയ ചോദ്യം. ഓക്കെ, പഠിക്കാൻ എന്തൊക്കെയാന്നുള്ളത് മനസ്സിലായി, ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് കിടക്കാലോ അല്ലെ, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എങ്ങനെയാണ് പേപ്പർ 1നെ നമ്മൾ ക്യാച്ച് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ലേറ്റസ്റ്റ് ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. അത് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും ഒരേ സ്ട്രാറ്റജി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേപ്പർ 1ലെ ലേറ്റസ്റ്റ് ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഒരു 10 കൊല്ലം മുമ്പത്തെ, പോട്ടെ ഒരു 5 വേണ്ട, ഒരു 2 കൊല്ലം മുമ്പത്തെ ചോദ്യങ്ങൾക്ക്, 3 കൊല്ലം മുമ്പത്തെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഇപ്പൊ റെലവൻസ് ഒന്നും ഉണ്ടാവില്ല. ആ ചോദ്യം ഇപ്പം ചോദിക്കാറേ ഉണ്ടാവില്ല അത്തരം ടോപ്പിക്കുകൾ. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയും എല്ലാ മൊഡ്യൂളും വിടാതെ കവർ ചെയ്യുകയുമാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. ഓക്കെ, എല്ലാ മൊഡ്യൂളുകളും കവർ ചെയ്യുകയുമാണ് നമ്മുടെ ഭാഗത്ത് നടക്കേണ്ട പരിപാടി. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം പോലും വിട്ടുപോയത് കൊണ്ടോ, ഒരു ചോദ്യം പോലും നമ്മുടെ ഒരു നെഗ്ലിജൻസ് കൊണ്ട്, നമ്മളത് ആ ടോപ്പിക്ക് നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന തോന്നൽ കൊണ്ട് വിട്ടുപോയതായിട്ടോ അവസാനം നമുക്കൊരു കുറ്റബോധം പേപ്പർ 1ൽ തോന്നാൻ പാടില്ല. ഓക്കെ, എനിക്ക് തോന്നി ലേറ്റസ്റ്റ് ടോപ്പിക് ഉദ്ദേശിച്ച് ലേറ്റസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്ന സമയത്ത് പുതിയ ചില ടോപ്പിക്കുകൾ കയറി വരും. അത് ചില പുതിയ തിയറികൾ ചോദിച്ചു എന്ന് വരാം. സിലബസിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്ത ചില സാധനങ്ങൾ ചില സമയത്ത് ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോ ആ ചോദ്യം ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ ചോദ്യങ്ങളിൽ വന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ആ ടോപ്പിക്ക് ചിലപ്പോൾ സിലബസിൽ മെൻഷൻ ചെയ്യാത്ത ടോപ്പിക് ആയിരിക്കും. അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യണം, ടോപ്പിക് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ. പറയാം ഞാൻ എങ്ങനെയാ പഠിക്കേണ്ടത് എന്നൊക്കെ പറയാം. പക്ഷെ മനസ്സിലാക്കുക, എന്ത് ലേറ്റസ്റ്റ് ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടും 10 മൊഡ്യൂളുകളിൽ ഒരു മൊഡ്യൂൾ പോലും കവർ ചെയ്യാതെ വിടാൻ പാടില്ല. ഓക്കെ, എല്ലാം കവർ ചെയ്തുകൊണ്ടും ആവണം എന്തുണ്ടാവേണ്ടത്, നമ്മുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ്. അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. നമുക്ക് എന്തുണ്ടാവണം, നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം. ഓക്കെ, എങ്ങനെ മുമ്പോട്ട് പോകും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചല്ലോ ലേറ്റസ്റ്റ് ടോപ്പിക് ഇൻ ദ സെൻസ് വാട്ട് എന്ന് പറയുന്ന സാധനം. ആ ചോദ്യത്തിന് ഉത്തരമാണ് എന്ത്, നമുക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പൊ പ്ലാൻ എങ്ങനെയാ ഉണ്ടാക്കാം, ഇതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ബുക്കും പേനയും എടുത്തിട്ടിരിക്കാൻ പറഞ്ഞത്. നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, എന്റെ പ്ലാൻ ആയിരിക്കില്ല നിങ്ങളുടെ പ്ലാൻ, നിങ്ങളുടെ പ്ലാൻ ആയിരിക്കില്ല മറ്റൊരാളുടെ പ്ലാൻ. കാരണം നമ്മളൊക്കെ
ചിലരൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. ചിലർക്ക് കുഞ്ഞു വാവകൾ ഉണ്ടാവും, ഓക്കെ, നോക്കാൻ കുഞ്ഞു വാവകൾ ഉണ്ടാവും. ചിലർക്ക് ഒരുപാട് വീട്ടിൽ തന്നെ പല തിരക്കുകൾ ഉണ്ടാവും. ചിലർ ഒരുപാട് സ്ട്രഗിൾസിന്റെ ഇടയിൽ പഠിക്കുന്ന മനുഷ്യന്മാരായിരിക്കും. ചിലർക്ക് ജോലി തിരക്കുകൾ ഉണ്ടാവും. ചിലർ യാത്രാ തിരക്കുകളുള്ളവരായിരിക്കും. ചിലർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കുറെ നേരം ഇരുന്ന് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തർക്കും പ്ലാൻ വ്യത്യസ്തമായിരിക്കും. ഒരു കുഞ്ഞു വാവയുള്ള ഒരാള് പഠിക്കുന്ന പ്ലാൻ അല്ല ഒരിക്കലും എന്തിനുണ്ടാവുക, കൃത്യമായിട്ട് ലീവ് എടുത്ത് വീട്ടിലിരുന്ന് നെറ്റിന് വേണ്ടി മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ഉണ്ടായിരിക്കേണ്ട പ്ലാൻ. ഓക്കെ, ആ പ്ലാൻ അല്ല 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന പ്ലാൻ. ആ പ്ലാൻ ആയിരിക്കൂല നിരന്തരം യാത്രകൾ ചെയ്തുകൊണ്ടിരുന്ന് പഠിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവുന്ന പ്ലാൻ. അപ്പൊ ഓരോ മനുഷ്യനും ഉണ്ടാവുന്ന ഓരോരുത്തർക്കും, ഇതിലിപ്പോ എത്ര 86 ആൾക്കാരുണ്ട് ഇതിനകത്ത്, ഈ 86 ആളുകളും പഠിക്കുമ്പോൾ 86 പ്ലാനാ ഉണ്ടാവുക. എന്റെ പ്ലാൻ ഒരിക്കലും നിങ്ങൾക്ക് വർക്കാവില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പ്ലാനിനെയും നിങ്ങൾ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക വേണ്ട. ഒരാളുടെ പ്ലാനിനെ നിങ്ങൾ വേറൊരായിട്ട് കമ്പയർ ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്ലാൻ ഉണ്ടാക്കുക. അതെങ്ങനെയെന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള പ്ലാൻ ചിലപ്പോൾ എനിക്ക് പോലും ഉണ്ടാക്കി തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് ചിലപ്പോൾ അതിന്റെ ഡെപ്തിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഓരോരുത്തർക്കും അവരവർ അനുഭവിക്കുന്ന ജീവിതമാണല്ലോ ഏറ്റവും വലുത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾ ഉണ്ടാക്കേണ്ട പ്ലാൻ നിങ്ങൾക്ക് മാത്രം യുണീക്ക് ആയിട്ടുള്ള സാധനമായിരിക്കണം. അത് നിങ്ങളുടെ കാപ്പബിലിറ്റിയുടെ മാക്സിമത്തിലുള്ള പ്ലാനും ആയിരിക്കണം. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റേ ആൾ അത്ര പഠിക്കുന്നുണ്ടല്ലോ എന്നൊരു സാധനം ഉണ്ടല്ലോ, അത്ര പഠിക്കുന്നുണ്ടല്ലോ, എനിക്കത് പറ്റണില്ലല്ലോ എന്ന് പറയുന്ന അനാവശ്യമായിട്ടുള്ള വെറീസ് ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ സ്വന്തം പ്ലാൻ, ഇതാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്ലാനാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ പ്ലാൻ എങ്ങനെയാ ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ആദ്യം ചെയ്യേണ്ട പരിപാടി നമ്മൾ നമ്മളെ സ്വന്തം ഷെഡ്യൂൾ ഉണ്ടാക്കുക. വേറെ ആൾ ഷെഡ്യൂൾ അല്ല, നമ്മൾ നമ്മളെ സ്വന്തം ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം. അതിനാദ്യം ചെയ്യേണ്ടത് കൗണ്ട് ദ ഡേയ്സ്. ഇനി എത്ര ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യലാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഇതുവരെ കിട്ടിയ NTA ഇൻഫർമേഷൻസ് അനുസരിച്ച് ഡിസംബറിൽ എക്സാം നടക്കും. ഇതുവരെ കിട്ടിയ NTA ഭാഗത്ത് നമുക്ക് കിട്ടിയ റെസ്പോൺസ് അനുസരിച്ച് ഡിസംബറിൽ എക്സാം നടക്കും. അപ്പൊ ഡിസംബറിൽ എക്സാം എന്ന് നടക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ ഇല്ല. NTA പറയും വരെ. അപ്പൊ NTA അത് പറയും വരെ നമ്മളെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഡേറ്റ് എന്നാ, December 1 എക്സാം നടക്കും. ഓക്കെ, നമ്മളെ സംബന്ധിച്ച്, അതായത് ഫോക്കസിന്റെ സ്റ്റുഡൻസ് ആയ നിങ്ങളെയും എന്നെയും സംബന്ധിച്ച് എന്ത് നടക്കും, December 1 നമ്മുടെ എക്സാം നടക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, ഉറപ്പിച്ചു. അതിനി മാറ്റില്ല കേട്ടോ. നമ്മളെ സംബന്ധിച്ച് December 1 എക്സാം. ഇനി December 1 NTA എക്സാം നടത്തിയില്ലെങ്കിൽ നമ്മളൊരു മോഡൽ ടെസ്റ്റ് നടത്തും. ഓക്കെ, നമ്മളൊരു മോഡൽ ടെസ്റ്റ് നടത്തും. ഓക്കെ, എന്തായാലും നമുക്ക് December 1 എക്സാം ആണ്. ആ December 1 വരെ ഇനി എത്ര ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. ഞാൻ കൗണ്ട് ചെയ്തത് ശരിയാണെങ്കിൽ ഇന്നത്തേതടക്കം 85 ദിവസങ്ങൾ December 1 ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. 85 ദിവസം. 85 ദിവസം എന്ന് പറഞ്ഞാൽ 2 മാസം ഒരു 25 ദിവസം എക്സ്ട്രാ ഉണ്ടാവും അല്ലെ. 85 ദിവസങ്ങൾ December 1 ഇനി നമ്മുടെ മുമ്പിലുണ്ട്. December 1 NTA എക്സാം നടത്തുന്നില്ല, December 1 ശേഷമുള്ള ഏതെങ്കിലും ദിവസമാണ് NTA എക്സാം നടത്തുന്നതെങ്കിൽ ഈ 85-നോടപ്പുറം നമുക്ക് കിട്ടുന്ന ബോണസ് ആയി മാത്രം അതിനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദൈവം പഠിച്ചവനായിട്ട് നമുക്ക് പഠിക്കാൻ തരുന്ന ഒരു എക്സ്ട്രാ ബോണസ് ഡേയ്സ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇഫ് December 1 ശേഷമാണ് NTA എക്സാം നടത്തുന്നത് എങ്കിൽ. December 1 മുമ്പേ എക്സാം നടത്താൻ NTA ബൈ ചാൻസ് അവർ പ്ലാൻ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാൻ നമ്മൾ മാറ്റും. ഓക്കെ, നമ്മുടെ പ്ലാൻ നമ്മൾ കുറച്ചുകൂടി ബാക്കോട്ട് എറിഞ്ഞു പിടിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് എങ്ങനെയെന്നുള്ള ആ സമയത്ത് ഡേറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. NTA ഡേറ്റ് ഡിക്ലെയർ ചെയ്യാത്ത കാലത്തോളം നമ്മൾ എക്സാം നമ്മൾ ഉറപ്പിച്ചു December 1 December 1 മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്നർത്ഥം, നമ്മുടെ പേപ്പർ 1ഉം പേപ്പർ 2ഉം സിലബസ് ഒക്കെ കവർ ചെയ്ത് റിവിഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല മിടുക്കന്മാരായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. മുമ്പിലുള്ള ദിവസം 85 ദിവസമാണ്. കൗണ്ട് ദ ഡേയ്സ്, ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേജ്. ഇനി 85 ദിവസങ്ങൾ മുമ്പിലുണ്ട് എന്ന് കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി, അലോക്കേറ്റ് ഇനഫ് ടൈം ഫോർ ഈച്ച് ടോപ്പിക്. 10 മൊഡ്യൂളിലെയും പേപ്പർ 1 ഈ സമയത്ത് പേപ്പർ 2 നിങ്ങൾ അപ്പുറത്ത് വേറെ കൺസിഡർ ചെയ്യണം കേട്ടോ. ഞാൻ പേപ്പർ 1 കുറിച്ച് മാത്രമാണ് പറയുന്നത്. പേപ്പർ 1 10 മൊഡ്യൂളുകൾക്കും ഇനഫ് ആയിട്ടുള്ള സമയം അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. സമയം അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 10 മൊഡ്യൂളുകൾക്കും ഈക്വൽ ടൈം അലോക്കേറ്റ് ചെയ്യരുത്. ഓക്കെ, സാധാരണ ഇങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇനി എത്ര ദിവസം ഉണ്ട് എക്സാമിന്, എത്ര ടോപ്പിക് പഠിക്കാണ്ട് അതിനകത്ത് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ട് ഡേയ്സ് ഡിവൈഡ് ചെയ്ത് ഇത്ര ദിവസം ഇന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ഡേയ്സ് ഡിവൈഡ് ചെയ്ത് പഠിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടായിരുന്നു, ചിലർക്ക് ഉണ്ടാവും. ആ പരിപാടി ഇവിടെ എടുക്കരുത്. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ 1 10 മൊഡ്യൂളുകളിലും നമ്മൾ ഒരുപോലെ സ്ട്രോങ്ങും ആയിരിക്കില്ല, 10 മൊഡ്യൂളിലും നമ്മൾ ഒരുപോലെ വീക്കും ആയിരിക്കില്ല.
ചിലർക്ക് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഭയങ്കര ഈസി ആയിരിക്കും, ചിലർക്ക് മാത്സ് ഭയങ്കര ടഫ് ആയിരിക്കും, ചിലർക്ക് മാത്സ് ഭയങ്കര ഈസി ആയിരിക്കും, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ടഫ് ആയിരിക്കും. അത് ഓരോരുത്തരുടെ പഠന നിലവാരം അനുസരിച്ചിരിക്കും. അതിനൊരു തെറ്റോ പോരായ്മയോട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട. 10 മൊഡ്യൂളും ഒരുപോലെ ഈസി ആയ ഒരു മനുഷ്യനുമില്ല. അങ്ങനെ ഈസി ആയിട്ടുള്ള മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, ആ 10 മൊഡ്യൂളിലും നമ്മൾ വീക്ക് ആയിട്ടുള്ള 3 or 4 ഏരിയ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണ്, ഏരിയ ഉണ്ടാവും, ഷുവർ ആണ്. ഓക്കെ, നിങ്ങൾ ഏതിലാണോ ഏറ്റവും വീക്കായ ടോപ്പിക്, ആ ടോപ്പിക്കിന് നിങ്ങൾക്ക് വേണ്ട സമയം ഏറ്റവും കൂടുതൽ അതിന് അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കിന് വളരെ കുറഞ്ഞ ടൈം മാത്രം അലോക്കേറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഈസിയാണ് നിങ്ങൾക്കെങ്കിൽ അവസാനത്തെ 5 ദിവസമൊക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാറ്റിവെച്ചാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ളത് മാത്സ് ആണെങ്കിൽ മാത്സിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ 15 or 16 2 ആഴ്ചകളൊക്കെ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. പക്ഷെ അതിനനുസരിച്ച് വീക്കർ സ്ട്രോങ് സെക്ഷന് നമ്മൾ ഡേയ്സ് കുറച്ചുകൊണ്ട് വരണം. അപ്പൊ ഓരോ ടോപ്പിക്കിനും ഇനഫ് ടൈം, മതിയായ സമയം. ഇനഫ് ടൈം എന്ന് പറയാൻ തന്നെ കാരണം അതാണ്. എല്ലാത്തിനും ഈക്വൽ ടൈം വേണ്ട. നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏരിയക്ക് കൂടുതൽ സമയം കൊടുത്തുകൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കിന് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം അലോക്കേറ്റ് ചെയ്തുകൊണ്ടും മുമ്പിലുള്ള 85 ദിവസങ്ങളെ അലോക്കേറ്റ് ചെയ്യുന്ന പ്ലാന് നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുക. നാളെ മുതൽ പരിപാടി തുടങ്ങാം. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇന്നത്തെ മീറ്റ് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ച് നേരം വൈകി കിടക്കേണ്ടി വരും. ഇന്നത്തെ ഒരു ദിവസമല്ലേ, നമ്മൾ പ്ലാൻ ഉണ്ടാക്കുകയാണല്ലോ. ഓക്കെ, ഇനി നാളെ മുതൽ നമ്മൾ അടിപൊളിയാവുമല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ചെയ്യേണ്ട കാര്യം മുമ്പിലുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യുന്നു. December 1 എക്സാം എന്ന് ഡിഫൈൻ ചെയ്തു. മുമ്പിലുള്ള ആ ദിവസങ്ങൾ നമ്മൾ ഏറ്റവും ടഫുള്ള ടോപ്പിക്കിനുള്ള ദിവസങ്ങൾ അത് ഏത് ഓർഡറിൽ നിന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ടീച്ചിങ് എന്ന് പഠിക്കണം, റിസർച്ച് എന്ന് പഠിക്കണം, ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ ഇനഫ് ടൈം അലോക്കേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു പ്ലാൻ അങ്ങോട്ട് ഉണ്ടാക്കാം. ആ സമയത്താണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ചിലർക്ക് ആദ്യമായിട്ട് നെറ്റ് എഴുതാൻ പോണവർക്ക് നമ്മളെ സ്ട്രോങ് ഏരിയ ഏതാ, വീക്ക് ഏരിയ ഏതാന്നും മനസ്സിലാവില്ല. അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ് എന്നറിയാൻ ഇപ്പം ഞാൻ വീണ്ടും ഒരു കാര്യം പറയാണ്. നെറ്റിന് പഠിക്കാൻ ശരിക്ക് എന്താ പറയാ, ഒരു കോച്ചിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താണ് ഫോക്കസ് അക്കാഡമി പോലെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ സിഗ്നിഫിക്കൻസ് നമ്മളെ പഠനത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ഗൈഡ് ചെയ്യാൻ ചിലപ്പോൾ നമുക്കൊരു മെന്റർ വേണ്ടി വരും. ആ മെന്ററുടെ പണിയാണ് ഇത്തരം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, എസ്പെഷ്യലി ഫോക്കസ് അക്കാഡമി പോലുള്ള അക്കാഡമികൾ എടുക്കുന്ന ഒരു പരിപാടി. അവരാണ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണ്? ഞാൻ ഏറ്റവും ബെറ്റർ ഏരിയയിലാണ്, ഏത് മൊഡ്യൂളിലാണ്, ഞാൻ ഭയങ്കര ഫ്ലോപ്പ് ഏത് മൊഡ്യൂളിലാണ്, നമുക്ക് ചിലപ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലേ ഇത് ഐഡന്റിഫൈ, അത് അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പൊ ഏത് ഏരിയ ആണ് വീക്ക് ആയിട്ടുള്ളത് എന്നുള്ള സാധനം എങ്ങനെയാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ ആദ്യത്തെ ആഴ്ചയിൽ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ആഴ്ചകൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യും? മോക്ക് ടെസ്റ്റുകൾ തരും. അതായത് ആദ്യ ദിവസം ടീച്ചിങ്ങിന്റെ മോക്ക് ടെസ്റ്റ് തരും, രണ്ടാമത്തെ ദിവസം റിസർച്ചിന്റെ മോക്ക് ടെസ്റ്റുകൾ തരും. ആ മോക്ക് ടെസ്റ്റിന്റെ സ്കോർ നിങ്ങൾ അനലൈസ് ചെയ്യുക. ഓക്കെ, 10 ദിവസങ്ങളിലായിട്ട് തരുന്ന മോക്ക് ടെസ്റ്റിന്റെ സ്കോർ അനലൈസ് ചെയ്യുക. അതിൽ ഏറ്റവും സ്കോർ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഏത് മൊഡ്യൂളിനാണോ അത് നിങ്ങളെ സംബന്ധിച്ച് സ്ട്രോങ് ഏരിയ ആണ്. ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയത് ആ മോക്ക് ടെസ്റ്റിൽ ഏതിനാണോ അത് നിങ്ങളുടെ വീക്ക്, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത, ഓക്കെ, നിങ്ങൾ സിലബസ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പേ ആണല്ലോ നമ്മുടെ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയ മനസ്സിലാവുക. ഒക്കെ അറിയണതിന് മുമ്പേ നമുക്കൊന്നും അറിയാത്തൊരു ഏരിയ ഏതാന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. ആ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടും ചിലപ്പോൾ 0 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി എല്ലാത്തിനും 0 കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള ഡേയ്സ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിനും 0 നിങ്ങൾക്ക് കിട്ടൂല. കാരണം ഇത്രയും കാലം പഠിച്ചിട്ട് നമുക്ക് എന്തൊക്കെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് സ്ട്രോങ് ഏരിയ ഉണ്ടാവും, വീക്ക് ഏരിയ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആ ആദ്യത്തെ 10 ദിവസങ്ങൾ നിങ്ങൾക്ക് തരുന്ന മോക്ക് ടെസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ഏതിനാണോ, ഇനി വേണമെങ്കിൽ ആ 10 മൊഡ്യൂളിന്റെയും ഒന്നിച്ചുള്ള മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ പല സെറ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ ഗ്രൂപ്പിലിടാം. പിന്നെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ഉണ്ടാക്കാമല്ലോ. ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്നത് നിങ്ങളുടെ വീക്ക് ഏരിയയും ആയിരിക്കും. അതാണ് ഫോക്കസിന്റെ ഭാഗത്ത് നിന്ന് സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു പരിപാടി. ഇനി അതിൽ ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് പ്ലാനിലേക്ക് നമ്മൾ വരാം. എനിവേ, സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയ മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി.
അടുത്തത് കവർ ദ സിലബസ്. സിലബസിനെ എൻറ്റയർലി കവർ ചെയ്യാന്നുള്ള സംഭവം. നമ്മൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സിലബസ് എൻറ്റയർലി കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരിക. അപ്പം ഓരോ ദിവസവും നിങ്ങൾ കാണേണ്ട റെക്കോർഡഡ് വീഡിയോസ്, PDF സാധനങ്ങൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലോട്ട് തരും. അതായത് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. അത് ഓരോ ദിവസവും എങ്ങനെ ഏത് പഠിക്കണം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ കംപ്ലീറ്റ്ലി സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കണം. ഒരു മൊഡ്യൂളിൽ മാറ്റി വെച്ചുകൊണ്ടുള്ള സിലബസ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ആവരുത്. നിങ്ങൾ ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുമ്പുള്ള ദിവസങ്ങൾ കൗണ്ട് ചെയ്യുന്നു. ഓരോ ടോപ്പിക്കിനും നമ്മുടെ വീക്ക് ആൻഡ് സ്ട്രോങ് ഏരിയ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പിക്സിന് ഡേയ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ മുഴുവൻ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാൻ, നമ്മൾ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഞാൻ ടീച്ചിങ് നോക്കും, ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഞാൻ റിസർച്ച് നോക്കും, ഇത് മുതൽ ഇതുവരെ ഞാൻ ഇന്ന ടോപ്പിക്ക് നോക്കും. അങ്ങനെ 85 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പേപ്പർ 1 മുഴുവൻ സിലബസും സിസ്റ്റമാറ്റിക് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. അതിന് നമ്മളെടുത്തൊരു പ്ലാൻ ഉണ്ടാവും. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് ടീച്ചിങ്ങില് ഇന്ന മൊഡ്യൂളിന്റെ വീഡിയോ നിങ്ങൾ കാണണം, അടുത്ത ദിവസം ഇന്ന മൊഡ്യൂളിന്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞ് നമ്മൾ നിങ്ങൾക്കൊരു ചാർട്ട് തരും. ആ ചാർട്ടിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതിയാവും, നിങ്ങൾ ക്ലാസ്സുകൾ അതാത് ദിവസം കണ്ടു തീർത്താൽ മതിയാവും. അങ്ങനെ അതാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതായത് ഒരു പ്ലാനും ഇല്ലാത്ത മനുഷ്യന്മാർ എന്ത് ചെയ്യുക, ഫോക്കസിനൊരു പ്ലാൻ ഉണ്ട്. ഒരു പ്ലാനും ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എനിക്ക് എങ്ങനെ പ്ലാൻ ഉണ്ടാക്കണം എന്നൊരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് തോന്നലുള്ള മനുഷ്യന്മാർക്കാണ് എന്തുള്ളത്, ഫോക്കസിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാന് ഓരോ ദിവസവും ഇന്ന മൊഡ്യൂളുകൾ നിങ്ങൾക്ക് തരുന്നു എന്നുള്ള രീതിയിലുള്ള പ്ലാൻ ആയിരിക്കും. ആ ദിവസം ഇന്ന ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യുക എന്നുള്ള പ്ലാൻ ആയിരിക്കും. അതിന്റെ ഒരു ചാർട്ട് ഉണ്ടാവും, ഡേറ്റ് വൈസ് ചാർട്ട് ഉണ്ടാവും. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ കൂടെ അങ്ങോട്ട് എനിക്ക് ഒരു പ്ലാനും വർക്ക്ഔട്ട് ആവുന്നില്ല എന്ന് മനുഷ്യന്മാർ നമ്മുടെ പ്ലാനിന്റെ കൂടെ ഓടുക. നമ്മുടെ പ്ലാനിന്റെ കൂടെ ഓടുമ്പോഴുള്ള ഒരു പ്രശ്നമല്ല, ഓടുമ്പോഴുള്ള ഒരു നിർബന്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾ വല്ലാതെ പിന്നിലായി പോകും. നമ്മുടെ കൂടെ തന്നെ ഓടണം. മടി കൊണ്ടൊന്നും മാറ്റി വെക്കരുത്. ആ ദിവസം കാണാൻ പറഞ്ഞ വീഡിയോ ആ ദിവസം തന്നെ കാണണം. നാളത്തേക്ക് മാറ്റിച്ച് നാളെ നിങ്ങൾ 2 വീഡിയോ കാണേണ്ടി വരും. പിന്നെയും മാറ്റിച്ചാൽ പിന്നെയും 3 വീഡിയോ കാണേണ്ടി വരും. ആ പരിപാടിയിലേക്ക് നിൽക്കാതിരിക്കുക. നമ്മൾ കൂടെ ഓടുമ്പോൾ നമ്മുടെ കൂടെ ഓടണം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പെർഫെക്റ്റ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി അതിന് നിങ്ങൾ നിങ്ങളുടെ ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. ടൈം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ കുഞ്ഞു മക്കളുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ജോലി ചെയ്യണവർക്ക് അതിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഇപ്പൊ എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ഉള്ള ഒരാളാണ്, ടീച്ചറാണ് കോളേജിൽ. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾ രാവിലെ നേരത്തെ പോവാ. ദെൻ ബാക്കിയുള്ള നമ്മുടെ പണികൾ, നമുക്കിത് മാത്രമല്ലല്ലോ പണിയുള്ളത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യം, അഡൾട്ട് ലേണേഴ്സ് ആണ് നമ്മളൊക്കെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, ജോലി തിരക്കുകളുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിൽ കുറച്ച് നേരം വൈകി കിടക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്ത് ചെയ്യും, എന്റെ കേസിൽ ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരത്തെ എഴുന്നേൽക്കും. ഒരു 4 മണി സമയത്ത് എന്ത് ചെയ്യും, എഴുന്നേറ്റ് ഒരു 6 മണി വരെയൊക്കെ സമയം കണ്ടെത്തിയിട്ട് അങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്തിട്ട് പഠിക്കും. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈം ഏതാണോ ആ ടൈം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ ചാർട്ടിനകത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം. ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു ഫ്രീ ടൈം. ആ സമയത്ത് എന്ത് ചെയ്യുക, ആ സമയത്ത് നമ്മൾ തരുന്ന ക്ലാസ് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളൊരു ഹെഡ്ഫോൺ ഒക്കെ കുത്തിയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റണം. ഏതാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം ആ ടൈമിന് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി അടുത്തൊന്ന്, പ്ലാനിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു വാലായിട്ട് പറയേണ്ട സാധനമാണ് ഡിസൈഡ് യുവർ സ്കോർ എന്നുള്ളത്. സാധാരണ ഇതിൽ നമ്മൾ എക്സാം കഴിഞ്ഞ് നമ്മുടെ സ്കോർ ഡിസൈഡ് ചെയ്യാറായിരിക്കും, റിസൾട്ട് തരുന്ന NTA ആയിരിക്കും. ഇനിയിപ്പോ NTA വേണ്ട, നമ്മുടെ സ്കോർ നമ്മൾ ഡിസൈഡ് ചെയ്യും. നമ്മുടെ സ്കോർ നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ NTA നമുക്ക് പേടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ സ്കോർ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതായത് ഈ എക്സാമിന് എനിക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും എന്ന് നമ്മൾ അങ്ങ് ഡിസൈഡ് ചെയ്യും, നമ്മൾ അങ്ങ് ഉറപ്പിക്കും. ആ ഉറപ്പിക്കല്ല, ആ സ്കോർ നമ്മൾ അറ്റൈൻ ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യണം. എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനാദ്യം കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിന്റെ കട്ട് ഓഫ് അനലൈസ് ചെയ്യണം. അപ്പൊ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കഴിഞ്ഞ 5 തവണ നടന്ന, നിങ്ങളുടെ അറബിക്കാണെങ്കിൽ അറബിക്കിന് കഴിഞ്ഞ 5 തവണകളിലായിട്ട് നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് നെറ്റിൽ ഉണ്ടാവും. ഒന്നുകിൽ NTA സൈറ്റിലുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് സൈറ്റുകളൊക്കെ അത് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കഴിഞ്ഞ 5 തവണകളിൽ നിങ്ങളുടെ പേപ്പർ 2ന്റെ കട്ട് ഓഫ് കിട്ടും. ആ കട്ട് ഓഫ് കഴിഞ്ഞ ഒരു 5 തവണത്തെ കട്ട് ഓഫ് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ഒരു ആവറേജ് കാണാം. ആ കട്ട് ഓഫിന്റെ ഒരു ആവറേജ് ഇപ്പം കഴിഞ്ഞ 5 തവണകളായിട്ട് ചിലപ്പം ഒരു 80-85% കട്ട് ഓഫ് കിടക്കണമെങ്കിൽ ആ ആവറേജ് കട്ട് ഓഫിനോട് ഒരു 10%, 5% പെർസെന്റേജ് എക്സ്ട്രാ കൂട്ടുക. സപ്പോസ് 85% കഴിഞ്ഞ 5 ടേമുകളായിട്ട് നടക്കുന്ന നിങ്ങളുടെ 5 ടേമുകൾ നടന്ന നിങ്ങളുടെ പേപ്പർ 2ന്റെ കട്ട് ഓഫ് ഒരു ആവറേജ് ശരാശരി 85% ആണെങ്കിൽ അതിനോടൊരു
5 വേണ്ട 10% തന്നെ കൂട്ടിക്കോ, 10% കൂടി കൂട്ടിയിട്ട് 95% അടുത്ത എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് നിങ്ങൾ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, NT എന്തോ പറഞ്ഞോട്ടെ, ആവറേജ് ആയിട്ട് 190 മാർക്കിലെ 190 മാർക്കാണെങ്കിൽ 190 മാർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു 10 മാർക്കും കൂടി 10 മാർക്ക് കൂടി എക്സ്ട്രാ ഇട്ടിട്ട് 10-20 മാർക്ക് കൂടി എക്സ്ട്രാ ഇട്ട് 206 210 ഒക്കെ ടാർജറ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, 196 ആവറേജ് മാർക്കെങ്കിൽ നിങ്ങൾ ഒരു 210 ടാർജറ്റ് ഫിക്സ് ചെയ്തോ. ഓക്കെ, നിങ്ങളുടെ കാറ്റഗറി കൂടി നോക്കണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ്, ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് വേറെ കട്ട് ഓഫ് ആണ്, OBCക്ക് ആണെങ്കിൽ OBCക്ക് വേറെ കട്ട് ഓഫ് ആണ്, SC/STക്ക് വേറെ കട്ട് ഓഫ് ആണ്, EWSന് വേറെ കട്ട് ഓഫ് ആണ്, ദെൻ ഫിസിക്കലി ഡിസാബിൾഡ് ആയവർക്ക് വേറെ കട്ട് ഓഫ് ആണ്. അപ്പൊ കട്ട് ഓഫിന് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏത് കാറ്റഗറിയിൽ പെടുന്നോ, ഏത് സംവരണ വിഭാഗത്തിൽ പെടുന്നുവോ, ഇനി അതെല്ലാം സംവരണം ഇല്ലാത്ത വിഭാഗമാണ്, നിങ്ങളുടെ വിഭാഗത്തിനനുസരിച്ച് അതനുസരിച്ച് കട്ട് ഓഫ് മാറും. നിങ്ങൾ ആ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് നെറ്റിൽ എന്ത് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങളുടെ കട്ട് ഓഫ് എടുക്കുക, അതിന്റെ ഒരു 4-5 പടി കൂടി എക്സ്ട്രാ ചാടി പിടിക്കുക. 196 സപ്പോസ് മാർക്കെങ്കിൽ 210 നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ എക്സാമിനും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ മോക്ക് ടെസ്റ്റിനും ആ 210 എത്തുന്നുണ്ടോ എന്നുള്ള സാധനത്തിലേക്ക് എന്ത് ചെയ്യണം, ആ ഒരു സെറ്റ് ഓഫ് മാർക്കിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ എന്ന് നിരന്തരം നിങ്ങൾ എന്ത് ചെയ്യണം, നിരന്തരം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ആദ്യത്തെയും രണ്ടാമത്തെയും ചിലപ്പോൾ ആദ്യത്തെ 5 തവണയും നിങ്ങൾക്ക് ആദ്യത്തെ 5 മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് 210 ചിലപ്പോൾ 0 മാർക്കൊക്കെ ആയിരിക്കും കിട്ടുക ആദ്യം ചെയ്യണ 4-5 ടെസ്റ്റിന്റെ അകത്ത്. പക്ഷെ ആ 0 കിട്ടിയോണ്ട് പഠിച്ചോനെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് മുമ്പോട്ട് മാറരുത്. 6ാമത്തെ തവണ നിങ്ങൾക്ക് ചിലപ്പോൾ 1 മാർക്ക് എക്സ്ട്രാ കിട്ടും. 0 നിങ്ങൾ 1 എന്ന് പറയുന്ന മാർക്കിലേക്ക് കടന്നിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ നിരന്തരം പഠിക്കുക, നിരന്തരം മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും നിരന്തരം പിയർ ലേണിംഗ് ആക്ടിവിറ്റികളുടെ ഭാഗമാവുകയും ചെയ്യണം. നിങ്ങൾ എക്സാം December 1 നമ്മൾ ഫിക്സ് ചെയ്ത എക്സാമിന്റെ തലേന്ന് തൊട്ടവസാനം നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ 210 215 സ്കോർ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് നിങ്ങൾ മൈൻഡ് കൊണ്ടെടുക്കുന്ന ഡ്രീം എന്താ, 210. ആ 210 എത്തും, ഷുവർലി എത്തും. അതിനുള്ള പണിയെടുക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഒരേ ഒരു പരിപാടി. അപ്പൊ നിങ്ങളുടെ സ്കോർ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതെങ്ങനെ ഫിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ, കട്ട് ഓഫ് അനലൈസ് ചെയ്ത് അതിന്റെ ഒരു മുഴ മുന്നേ ചാടി പിടിക്കുക. എന്നിട്ട് അപ്പൊ അടുത്ത തവണ എക്സാമിന് കട്ട് ഓഫ് കൂടിയാലും നമുക്ക് പ്രശ്നമില്ല, കാരണം നമ്മൾ ഒരു മുഴം കൂടി ഒരു 5-6 സ്റ്റെപ്പ് കൂടി അപ്പുറം ചാടിയിട്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തത്. അപ്പൊ സ്കോർ ഗോൾ സെറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. നിങ്ങളെ വീക്ക് ആൻഡ് സ്ട്രോങ് ഏരിയ അനലൈസ് ചെയ്ത് ഡേറ്റ് ഒക്കെ കൗണ്ട് ഡേയ്സ് ഒക്കെ കൗണ്ട് ചെയ്ത് എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി ഇത്ര സ്കോർ എനിക്ക് വേണം എന്ന് ഡിസൈഡ് ചെയ്യലാണ്. അപ്പോൾ അത്ര സ്കോർ നിങ്ങൾക്ക് വേണമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി പഠിക്കാൻ തുടങ്ങലാണ്. പഠിക്കുന്നതിന് മുമ്പുള്ള പരിപാടി കേട്ടോ ഇതൊക്കെ, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടിയാണ്. അപ്പൊ നാളെ മറ്റന്നാളായിട്ട് നമ്മളെ ചാർട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടും, ഓരോ ദിവസവും ഇന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാൻ നമ്മൾ അങ്ങോട്ട് തരും. അപ്പൊ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കട്ട് ഓഫ് അനലൈസ് ചെയ്ത് നിങ്ങളുടെ സ്കോർ ഒക്കെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങളൊരു പ്ലാനിലേക്ക് എത്താനുള്ളൊരു വൈബിലേക്ക് എത്തിയിട്ടുണ്ടാവണം. അപ്പൊ നമ്മൾ പ്ലാനൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത പരിപാടി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കണ സമയത്ത് മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് PYQ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈസ് ദ കീ. സക്സസിലേക്കുള്ള ഒരേ ഒരു മാർഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. സിലബസ് ഒക്കെ അവിടെ ഉണ്ടാവും, സിലബസ് ഒക്കെ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും, സിലബസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുകയും വേണം. പക്ഷേ ഞാൻ പറയുന്നത് സിലബസിന്റെ വീഡിയോ നിങ്ങൾ ഒറ്റ തവണ കണ്ടാൽ മതി. ഓക്കെ, ഇന്ന് ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സിലബസിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ ഇന്ന് കണ്ട അടുത്ത 85 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും അതെടുത്ത് കാണേണ്ട ആവശ്യമില്ല. അത് കാര്യമില്ല, ഒറ്റ തവണയെ സിലബസ് കാണാൻ പാടുള്ളൂ. അത് എന്താണ് സിലബസിൽ ഉള്ളതെന്നും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ആ ടേം കൊണ്ട് ആ തിയറി കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ മാത്രമേ സിലബസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നടക്കുന്നത് മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ എന്തായിരിക്കും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു ജാഥയായിരിക്കണം. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സിലബസിൽ നമ്മൾ പഠിച്ച സാധനത്തിന് എങ്ങനെയാ NTA ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് മനസ്സിലാക്കണം. ഓക്കെ, സിലബസിലുള്ളതിന് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് അടിച്ച് ചോദ്യം ചോദിക്കുന്ന പരിപാടി NTA നിർത്തിയിട്ട് കുറെ വർഷങ്ങളായി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഫസ്റ്റ് നെറ്റ് എഴുതുന്നതിന് മുമ്പേ NTA പരിപാടി നിർത്തിയിട്ടുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് നെറ്റ് എഴുതുന്ന സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ പേപ്പർ എക്സാം എഴുതിയിട്ടേ ഇല്ല. അവസാനം കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത എക്സാം മാത്രം ഞാൻ പേപ്പർ എഴുതിയിട്ടില്ല. അപ്പൊ എത്രയോ മുമ്പ് നിർത്തിയ പരിപാടിയാണ് എന്ത്, ഈ പറഞ്ഞ സിലബസ് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുക എന്നുള്ള പരിപാടി നിർത്തി. ഇനിയിപ്പോ എന്ത് ചെയ്തു, കുറച്ചും കൂടി അനലൈസ് ചെയ്യുന്ന ലെവലിലേക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് NTA മാറിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് മാറിയതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ചോദ്യത്തിനെ എടുത്ത് പഠിക്കണം.
ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മൾ പഠിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കഴിഞ്ഞ പിന്നെ നമ്മൾ മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ മാക്സിമം PYQ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യണത് എന്ത് ചെയ്യുക, നിരന്തരം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം ടെലഗ്രാം ചാനലുകളിൽ വരുന്ന ക്വിസുകൾ അറ്റൻഡ് ചെയ്യുക, മാക്സിമം പിയർ ലേണിംഗ് ഗ്രൂപ്പുകളുടെ ഭാഗമാവുക, മാക്സിമം നിരന്തരം ക്ലാസ്സിൽ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, മാക്സിമം പ്രീവിയസ് ഇയർ ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള നിങ്ങൾക്ക് മുമ്പിലുള്ള 5 മാർഗങ്ങൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ തരുന്നുണ്ടാവും. ഓക്കെ, ടെലഗ്രാം ക്വിസുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകളോളം തന്നെ ഇതിന്റെ ഒക്കെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഉണ്ടാവും. അപ്പൊ മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ, ഇനി റിപ്പീറ്റഡ് പാറ്റേൺസ്. അപ്പൊ മാക്സിമം PYQ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും, ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, മാച്ച് ദ ഫോളോയിങ് ഈ ടോപ്പിക്കിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പാറ്റേൺ ഇതുപോലെ തന്നെയാണല്ലോ കഴിഞ്ഞ തവണയും വന്നിട്ടുള്ളത്, അപ്പൊ ഇത്തവണയും ഇതും അത് തന്നെയായിരിക്കും വരിക എന്നുള്ള രീതിയിൽ പാറ്റേണുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പാറ്റേൺ മാറുന്നുണ്ടെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ടോപ്പിക്കുകൾ, ചില ടോപ്പിക്കുകളൊക്കെ എല്ലാ കാലത്തും, ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കഴിഞ്ഞ 4 തവണത്തെ നിങ്ങൾ എടുത്തു, ഈവൻ ലാസ്റ്റ് എക്സാം ലാസ്റ്റ് ഓഗസ്റ്റിൽ കഴിഞ്ഞ എക്സാം പോലും എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൽ വരുന്ന 5 ചോദ്യങ്ങളും ഒരേ സ്വഭാവം കഴിഞ്ഞ 4 തവണയായിട്ട് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത്. പാറ്റേണിൽ മാറ്റില്ല, ടോപ്പിക്കിൽ മാറ്റില്ല. ഓക്കെ, ഒരു സ്ട്രക്ചറിൽ അങ്ങ് ഒറ്റ ചോദ്യം അങ്ങ് ചോദിക്കാണ്. അതായത് അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഇൻഫ്ലുവൻസ് കാണാൻ, ലോജിക്കൽ ഈക്വാലൻസ് കാണാൻ, ഫാലസി ചോദിക്കുന്നു, ദെൻ ഇന്ത്യൻ പ്രമാണം ചോദിക്കുന്നു, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ, ലൈക്ക് ഇന്ത്യൻ അല്ല, സ്ക്വയർ ഓഫ് പൊസിഷനിൽ ഒരു ചോദ്യം ചോദിക്കണം. ഈ 5 പാറ്റേണിലാണ് ലോജിക്കൽ റീസണിങ്ങിന്റെ ചോദ്യം കഴിഞ്ഞ 4 തവണ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ഓർഡറിൽ, ഇതേ ടോപ്പിക്, ഒരു മാറ്റവും ഇല്ല. ആളുകളുടെ പേരും ചോദ്യത്തിലെ സ്റ്റേറ്റ്മെന്റിനും മാത്രം മാറ്റമുള്ളത്. സോ റിപ്പീറ്റഡ് ടോപ്പിക്കും റിപ്പീറ്റഡ് പാറ്റേൺസും വരുന്നുണ്ട് പേപ്പർ 1. പേപ്പർ 2 ആ സൗകര്യമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദിസ് ഇസ് ഈസി എന്നുള്ള സാധനം. അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിലബസ് പഠിച്ചിട്ട് കാര്യമില്ല. സിലബസിൽ നമ്മൾ ചോദ്യം പഠിക്കുന്നില്ല, സിലബസിൽ നമ്മൾ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ ചോദ്യം പഠിക്കുന്നില്ല. അത് പഠിക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലോട്ട് വരണം, റിപ്പീറ്റഡ് ടോപ്പിക്സ് മനസ്സിലാവാൻ. ഇനി അത് മനസ്സിലാവണമെങ്കിൽ എങ്ങനെ പഠിക്കണം? ടു ഐഡന്റിഫൈ ദ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ട്രെൻഡ്സ്, പ്രാക്ടീസ് ഫ്രം ലേറ്റസ്റ്റ് ടു ദ ഓൾഡസ്റ്റ് PYQ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലെ ട്രെൻഡും പാറ്റേണും ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യത്തിൽ നിന്ന് മേലോട്ട് കയറണം. ഓക്കെ, ലാസ്റ്റ് ഈ ഓഗസ്റ്റിൽ കഴിഞ്ഞ PYQ എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നർത്ഥം. അതിന്ന് മേലോട്ട് കയറി വേണം പോവാൻ. ഒരു 2020 അപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട പോലും ആവശ്യമില്ല. അത് അത്തരം ആ ട്രെൻഡ് എൻറ്റിയെ വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും 2024 ഓഗസ്റ്റ് കഴിഞ്ഞ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് മേലോട്ട് കയറണം. എന്നാൽ മാത്രമേ പുതിയ ട്രെൻഡും, ഈ കഴിഞ്ഞ എക്സാമിനൊക്കെ ട്രെൻഡ് മാറിയിട്ടുണ്ട്, ചോദ്യങ്ങളുടെ ട്രെൻഡ്, ടോപ്പിക്സ് അല്ല ട്രെൻഡ് മാറിയിട്ടുണ്ട്. സിലബസ് മാറിയിട്ടില്ല, ടോപ്പിക്ക് മാറിയിട്ടില്ല, പക്ഷെ ചോദ്യം ചോദിക്കുന്ന ട്രെൻഡിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് പല ടോപ്പിക്കുകളും, പക്ഷെ എന്നാലും റിപ്പീറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ, ഇതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ we have to know previous year ക്വസ്റ്റ്യന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലാവണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാവണം. അതാണ് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കീ ആണ് എന്ന് പറയാൻ കാരണം, വിജയത്തിലേക്കുള്ള താക്കോലാണെന്ന് പറയാൻ കാരണം. ഇനി അടുത്ത ഒന്ന് പ്രാക്ടീസ്. വേറെ ഒരു പരിപാടി ഇല്ല ഇതിനകത്ത്. പേപ്പർ 1 പേപ്പർ 2 നമ്മൾ കുറെ വായിച്ചാൽ മതിയോ, കുറെ പഠിച്ചാൽ മതിയോ? കാരണം ചോദ്യം എങ്ങനെയും വരാം, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, പഠിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള സാധനം പേപ്പർ 2 ഒരു സ്വഭാവം പൊതുവെ ലിറ്ററേച്ചർ ടോപ്പിക്കുകൾക്കൊക്കെ. പേപ്പർ 1 അങ്ങനെയല്ല, റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അങ്ങനെ തന്നെ ചോദ്യങ്ങൾ, ഇത്തവണ കഴിഞ്ഞ മാത്സിന്റെ ചോദ്യങ്ങളൊക്കെ കുറെ മുമ്പ് ചോദിച്ച ചോദ്യങ്ങളുടെ അങ്ങനെ തന്നെ അച്ചട്ട് റിപ്പീറ്റേഷൻ ആണ്. സെയിം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിന്റെ ഒക്കെ മൊഡ്യൂളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്, മാക്സിമം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം ചോദ്യങ്ങൾ കയ്യിലുണ്ടാവും. അപ്പൊ ചോദ്യങ്ങളും ഓപ്ഷൻസും കാണുന്ന സമയം ഫെമിലിയാറിറ്റി ഫീൽ ചെയ്യും. അപ്പൊ പ്രാക്ടീസ് ചെയ്യലല്ലാതെ അതിന്റെ മുമ്പിൽ വേറെ എന്തില്ല, വേറെ ഈസി വേസ് ഒന്നുമില്ല. മാക്സിമം മോഡൽ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം കാറ്റഗറൈസ്ഡ് ടീച്ചിങ്ങിന്റെ മാത്രം ചോദ്യങ്ങൾ, ടീച്ചിങ്ങിലെ ഈ ടോപ്പിക്കിന്റെ മാത്രം ചോദ്യങ്ങൾ, റിസർച്ചിലെ ചോദ്യങ്ങൾ, അങ്ങനെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, നമുക്ക് ആ ടോപ്പിക്കിനോട് ഒരു കണക്ഷൻ വരും.
കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം മോഡൽ ടെസ്റ്റുകൾ അത് ഇവിടെ നിന്നൊക്കെയാണോ, ചിലപ്പോൾ ഫോക്കസ് ചെയ്യണ മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എവിടുന്നെങ്കിലൊക്കെ ചില ഫ്രീ ആയിട്ടുള്ള ടെലഗ്രാം ചാനലുകളൊക്കെ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എവിടുന്നൊക്കെയാണോ മോക്ക് ടെസ്റ്റ് വെറുതെ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല, ചില സമയത്ത് ബസ് കാത്തിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന, ബസ്സിൽ വെറുതെ ഇരിക്കുക, ആ സമയത്തൊക്കെ ഇരുന്ന് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത് ഈ മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്ന സാധനം. അപ്പൊ മാക്സിമം ചെയ്ത് തന്നെ പിന്നെയും ചെയ്യാ, തെറ്റുന്നുണ്ടോ നോക്കുക, പിന്നെയും തെറ്റുന്നുണ്ടോ നോക്കുക. അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നും പേപ്പർ വണ്ണിനെ കയ്യിലാക്കാൻ നമ്മുടെ മുമ്പിലില്ല എന്നുള്ളതാണ്. ദെൻ റിവൈസ് ചെയ്യുക. പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യം, നാളെ മുതൽ നമ്മൾ പ്ലാൻ ഒക്കെ തുടങ്ങി പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കും. മുമ്പിൽ 85 ദിവസം ഉണ്ട്. 85ാമത്തെ ദിവസം എത്തുമ്പോൾ ഈ 1ാമത്തെ ദിവസം പഠിച്ച് നമുക്ക് ഓർമ്മ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ്. ഓക്കെ, ആ ഓർമ്മയില്ലായ്മ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ന് പഠിച്ച് നമ്മൾ ഓരോ ദിവസവും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. റിവൈസ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ആദ്യം പഠിച്ചത് അങ്ങനെ തന്നെ പിന്നെയും അടുത്ത ആഴ്ച, അതിന്റെ അടുത്ത ആഴ്ചയും പിന്നെയും ഫസ്റ്റ് തൊട്ട് വായിച്ചു നോക്കുക എന്നുള്ള പരിപാടിയല്ല റിവിഷൻ. റിവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നോർക്കൽ മാത്രമാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഞാൻ ഇന്ന് ഇത് പഠിച്ചു, ഇത് ഓർമ്മയുണ്ട്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട എനിക്ക് ഓർമ്മ ഉണ്ടാവും. ജസ്റ്റ് വെറുതെ കണക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കൽ മാത്രമാണ്. സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനിഷൻ ഒന്നും അങ്ങനെ ബൈഹാർട്ട് ഓരോ ഈച്ച് ആൻഡ് എവരി വേർഡ് ഓർമ്മ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനല്ല റിവിഷൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ റിവിഷൻ നിങ്ങൾക്ക് എങ്ങനെയും നടത്താട്ടോ. നിങ്ങൾക്ക് ഓരോ ദിവസവും ഇന്ന് പഠിച്ചത് ഇന്ന് രാത്രി ഉറങ്ങണതിന് മുമ്പ്, കിടന്നുറങ്ങണതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ജസ്റ്റ് ഇരുന്ന് ആലോചിക്കുക, ഇന്ന് പഠിച്ചു. അങ്ങനെ റിവൈസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സമയമില്ലാത്ത ഒരാഴ്ചയിൽ റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ റിവൈസ് ചെയ്യും. എങ്ങനെയാലും റിവിഷൻ നടക്കണം. ഓരോ ഏരിയയിലും റിവിഷൻ നടക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ ദിവസം നടത്തിയാലും ആഴ്ചയിൽ നടത്തിയാലും ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് നടത്തിയാലും whatever it is, റിവിഷൻ ഈസ് കമ്പൽസറി. ഓക്കെ, PYQ ചെയ്തിട്ട് വീക്ക്ലി റിവൈസ് ചെയ്യാം. PYQ ചെയ്ത് റിവൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് PYQ റിവിഷൻ ആണ്. നമ്മളൊരു PYQ ഒരു 5 PYQ നമ്മൾ ഇന്ന് പഠിച്ചെന്ന് വിചാരിച്ചാൽ, അപ്പൊ ഇന്ന് പഠിച്ച 5 PYQ ടീച്ചർ പറഞ്ഞു തരുന്ന സമയത്തൊക്കെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു നടക്ക് നമ്മുടെ കൂടെ പോരാത്ത ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച സാധനത്തിന്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പഠിച്ച PYQനെ പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ മടക്കി വെക്കുക. ഇതേ ചോദ്യത്തിന് കയ്യിൽ ഉത്തരങ്ങളില്ലാതെ നാളെ ഒന്നും കൂടി ഒന്നെടുത്ത് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതെടുത്ത് പഠിക്കുക. ചിലപ്പോൾ അതിൽ ചിലതൊക്കെ കിട്ടാത്തത് ഉണ്ടാവുള്ളൂ. കിട്ടിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ട് എന്ന് അർത്ഥം. കിട്ടാത്തതിന് എന്ത് ചെയ്യാ? പിന്നെ ഒന്നും കൂടി എടുത്ത് വായിച്ചു നോക്കുക. പിറ്റേന്ന് ഒന്നും കൂടി കിട്ടാത്തതിനെ ഒന്നും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പൊ അങ്ങനെ റിവൈസ് ചെയ്യുക. PYQനെ ചെയ്ത് തന്നെ പിന്നെയും ചെയ്ത് തെറ്റിയത് ശരിയാവുന്നുണ്ടോ നോക്കിയിട്ട്, ശരിയായത് തന്നെ പിന്നെയും തെറ്റുന്നുണ്ടോ നോക്കിയിട്ടൊക്കെ പഠിക്കുന്ന പരിപാടിയാണ് എന്ത്? PYQ റിവൈസ് ചെയ്യാന്ന് പറയുന്ന പരിപാടി. അപ്പൊ മോക്ക് ടെസ്റ്റ് ഇതിന് ഭയങ്കരമായിട്ട് നിങ്ങളെ സഹായിക്കും. ചെയ്ത മോക്ക് ടെസ്റ്റ് പിന്നെയും ചെയ്ത് വെക്കുന്ന സമയത്താണ് നമുക്ക് ഇത് ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ റാൻഡം ആയിട്ട് നമ്മളൊരു ഓപ്ഷൻ കറക്കി കുത്തിയതല്ല, അറിഞ്ഞിട്ട് ചെയ്താണ്, അല്ലെങ്കിൽ ഇതെനിക്ക് അറിയൂല എന്നുള്ള കത്തലൊക്കെ PYQ റിവൈസ് ചെയ്യുന്ന സമയത്താണ്. ഇന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? ചിലപ്പം ഒരു കറക്കി കുത്തലിനൊക്കെ അങ്ങോട്ട് ശരിയായിട്ടുണ്ടാവും. ഇതേ മോക്ക് ടെസ്റ്റ് എടുത്ത് നാളെ മര്യാദയ്ക്ക് വായിച്ചിട്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മൊത്തം തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഓരോ സമയത്ത് ഓരോ മൂഡാണല്ലോ. അപ്പൊ നമ്മൾ റിവൈസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് സെറ്റ് ആവുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അവിടെയാണ് നമ്മൾ സക്സസ് ആവുക എന്ന് പറയുന്ന സാധനത്തിലേക്ക് എത്തുക. അപ്പൊ എന്ത് വന്നാലും റിവിഷൻ മാത്രം നിങ്ങൾ മുടക്കരുത്. എപ്പോഴൊക്കെ റിവൈസ് ചെയ്യാൻ പറ്റുമോ അപ്പോഴൊക്കെ റിവൈസ് ചെയ്യാം. കഴിയുന്നതും PYQs റിവൈസ് ചെയ്യാം. ഇനി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് മനുഷ്യന്മാരാണല്ലോ, ഒന്നാമത് നമ്മളൊക്കെ വലിയ മനുഷ്യന്മാരാണ്. ഓക്കെ, കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധമൊക്കെ ഉള്ള ആളുകളാണ്. വീടുണ്ടാവും, ചിലർക്ക് ഫാമിലി ഉണ്ടാവും, കുഞ്ഞു മക്കളുണ്ടാവും, ജോലി ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും, ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളും ഒക്കെ ഉണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് വേണം ഈ പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്യാൻ. പറഞ്ഞ പരിപാടി ക്ലാസ് കേൾക്കണം, മോക്ക് ടെസ്റ്റ് ചെയ്യണം, PDF വായിക്കണം, ദെൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞ GK സാധനങ്ങൾ നോക്കണം, റിവൈസ് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മളെന്നൊരു മനുഷ്യൻ 24 മണിക്കൂറിനുള്ളിൽ ബാക്കിയുള്ള പരിപാടികളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ചെയ്യേണ്ട സാധനമാണ്. ചെയ്തേ പറ്റൂ എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. അപ്പൊ എന്താണ് നമ്മളെ മുമ്പിലുള്ള ഒരു വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള ഇന്നത്തെ കാലത്തെ ഒരു സൊല്യൂഷൻ നമ്മുടെ പഠനം ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ കയ്യിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന സാധനമാണ് മൊബൈൽ ഫോൺ. അതിനെ കുറച്ചങ്ങ് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിന്റെ സ്റ്റാറ്റസും ഒക്കെ കണ്ട്, നമ്മൾ റീൽസ് ഒക്കെ കണ്ട് കാണാനെടുക്കുന്ന സമയമുണ്ടല്ലോ, ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല കേട്ടോ. പൂർണ്ണമായും ഇതൊക്കെ മാറ്റി വെച്ച് ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന വെച്ചാൽ പറ്റില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ അവിടെ ഉണ്ടാവും.
പക്ഷെ അതൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം, ഒരു ന്യൂസ് കേൾക്കലായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഒന്നാളുകൾ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാർ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് അതിലേക്ക് എഡിക്ഷൻ പോലെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ എഡിക്ഷനെ എങ്ങോട്ട് മാറ്റുക, അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് പറിച്ചു നടാം. അതായത് ടെലഗ്രാം കിസ്സുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തി നോക്കാനോ, മോക്ക് ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുത്തി നോക്കാനോ ഒക്കെ ആയിട്ട് അവിടെ സ്ക്രോൾ ചെയ്യുന്ന പരിപാടി ഇപ്പറം ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ പഠനത്തിനെ ഡിജിറ്റലൈസ് ആക്കി മാറ്റുക. അപ്പൊ ഈ വെറുതെ ഇരുന്ന് സ്ക്രോൾ ചെയ്യണ സമയത്ത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് എന്തായിട്ട് മാറണം? അടുത്ത 85 ദിവസത്തേക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റ് സ്ക്രോൾ ചെയ്യുന്നതായിട്ട് മാറണം. ഓക്കെ, പറ്റുമെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാമും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തോളൂ. അടുത്തൊരു 85 ദിവസത്തേക്ക് അപ് ടു യു ട്ടോ, പൂർണ്ണമായിട്ടും ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മളെ പഠനം ഡിജിറ്റലൈസ് ആക്കാൻ പറ്റണം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആ സാധനത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനകത്ത് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. നമ്മള് എന്താ പറയാ, ടെലഗ്രാം ചാനലിലൊക്കെ ഇഷ്ടംപോലെ കഴിഞ്ഞ തവണയൊക്കെ കുട്ടികൾ ചെയ്തു വെച്ച, അവർക്ക് വേണ്ടി ഇട്ട് കൊടുത്ത ഇഷ്ടം പോലെ, അതിന് ഗ്രൂപ്പ് ചാനലിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. അവർക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഇഷ്ടം പോലെ ഒരു 100-ലപ്പുറം മോക്ക് ടെസ്റ്റുകൾ ചാനലിലുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെറുതെ അങ്ങ് ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക, പറ്റുമെങ്കിൽ ക്ലാസ്സുകൾ കാണാം, സ്മാർട്ട് ഫോണിനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക അടുത്ത 85 ദിവസത്തേക്ക്. ആ 85 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഒക്കെ സ്ക്രോൾ ചെയ്യാൻ ഉപയോഗിച്ചാൽ, പക്ഷേ പഠനം എന്ത് ചെയ്യുക, ഈ ഒരു അടുത്ത 85 ദിവസത്തേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇനി അതൊക്കെ മാറ്റിക്കഴിഞ്ഞാലും പിന്നെ വേറെ പരിപാടി ഉണ്ട്, ബി മോട്ടിവേറ്റഡ് ബി റിലാക്സ്ഡ് എന്ന് പറയുന്ന സാധനം. മോട്ടിവേറ്റ് ആയിരിക്കുക, എനിക്ക് പറ്റും എന്നുള്ളൊരു സാധനം 24 hours കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം ഈ ബി മോട്ടിവേറ്റഡ് ആൻഡ് ബി റിലാക്സ്ഡ് എന്ന് പറയുന്ന സാധനം 24 മണിക്കൂറും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റൂല. അങ്ങനെ പറ്റുന്ന മനുഷ്യന്മാരുടെ ഭ്രാന്ത് ഉണ്ട് എന്നാണ് അർത്ഥം. 24 മണിക്കൂർ മോട്ടിവേറ്റ് ആയിരിക്കാം, കുറെ പ്രശ്നങ്ങളും കുറെ പ്രാരാബ്ദങ്ങളും കുറെ ടെൻഷനും ഉള്ള നമുക്ക് ബി മോട്ടിവേറ്റഡ് 24 hours എന്ന് പറയുന്ന സാധനം പോസിബിൾ അല്ല, ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത സാധനമാണ്. ബി റിലാക്സ്ഡ് എന്ന് പറയുന്ന സാധനം 24 hours എന്തെല്ലാം പോസിബിൾ അല്ല. പക്ഷേ നമ്മൾ മോട്ടിവേറ്റ് അല്ലാത്ത സമയത്തും നമ്മൾ റിലാക്സ്ഡ് അല്ലാത്ത മൊമെന്റുകൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റണം അടുത്ത 85 ദിവസങ്ങളിൽ. ഓക്കെ, എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പിയർ ഗ്രൂപ്പ് സ്റ്റഡീസ് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. നമ്മുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ചേർത്ത് പഠിക്കുക. നമ്മളെ കൂടെ പഠിക്കുന്ന കുട്ടികളെ വെച്ച് നമ്മൾ ടീമാക്കുക. ആക്ടിവിറ്റി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, ഒന്നിച്ചിട്ട് നിങ്ങൾ മാത്രം ഗൂഗിൾ മീറ്റ് ഇട്ടിട്ട് പഠിക്കുന്ന ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ മാറുക. വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്രീ ആണോ എന്ന് വെറുതെ മെസ്സേജ് ഇടുന്നു, രണ്ടാൾ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, നിങ്ങൾ ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഇടുന്നു, അതിലിരിക്കുന്നു, പഠിച്ചത് വെറുതെ പറഞ്ഞു വെക്കുക. വെറുതെ അപ്പൊ നിങ്ങൾ പറയുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾ പറയാ, നീ ആ പോയിന്റ് വിട്ടുപോയല്ലോ, ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ നമുക്കൊരു പോയിന്റ് കൂടി എക്സ്ട്രാ കിട്ടും. നമ്മൾ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ അയാൾ അത് പറഞ്ഞു തരും. ഇനി അയാൾക്കത് പഠിക്കാൻ എന്തെങ്കിലും അയാളുടെ പേഴ്സണൽ സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അയാൾക്ക് സഹായമാവും. അങ്ങനെ കുറെ പിയർ ലേണിംഗ് സാധനങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക. ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന, ടീച്ചർ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ മാത്രം ഇരുന്ന് പഠിക്കുന്ന ടീമുകൾ ഉണ്ടാക്കുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന് വാട്സാപ്പിൽ പോൾ ഇട്ടിട്ട് കിസ്സുകൾ നടത്തുന്ന സംഭവത്തിലേക്ക് മാറുക. ടെലഗ്രാമിൽ നിങ്ങൾ കിസ് പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറാം. നിങ്ങളൊരു ടീമായിട്ട് മാറാം. നിങ്ങളൊരു ടീമാണ്, നിങ്ങൾ ഒന്നിച്ചു വരുന്ന 100 പേര് നിങ്ങളൊരു ടീമാണ് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾ ഉണ്ടാക്കാം. എന്തിനാണ് ഇത് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും നമ്മൾ ഡിമോട്ടിവേറ്റ്, നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമ്മൾ ഡൗൺ ആയി പോകുന്ന ചില സമയങ്ങൾ ഉണ്ടാവും. 24 മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേറ്റ് ആവാൻ പറ്റൂല, നമുക്ക് നഷ്ടങ്ങളും നമുക്ക് വേദനകളും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ കൂടെ ഇരുന്ന് പഠിച്ചിരുന്ന ആ മനുഷ്യന് ചിലപ്പോ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതൊക്കെ പോട്ടെ, സാരമില്ലടോ എന്ന് പറഞ്ഞാൽ നമ്മളോട് കൂടെ തിരിച്ച് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ അയാൾക്ക് പറ്റും. അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ സ്റ്റെക്ക് ആവും, പിന്നെ തിരിച്ചു വരാൻ പറ്റൂല. പക്ഷെ കൂടെ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇനി ഭയങ്കരമായിട്ട് മടി പിടിച്ചിരിക്കുന്ന മഹാന്മാരുണ്ടാവും, ഭൂലോക മടിയന്മാരായിട്ടുള്ള ആളുകൾ, ഇവർക്കും ഈ പിയർ ഗ്രൂപ്പ് ഒരു മോട്ടിവേഷൻ ആണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കി ടീമുകാർ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ലിങ്ക് ഇടും, ഇടയ്ക്കിടയ്ക്ക് കിസ് പോസ്റ്റ് ചെയ്യും. അത് കാണുന്ന സമയത്ത് അപ്പുറത്തുണ്ട്, ഇവരൊക്കെ ഭയങ്കര പഠിത്താണ്, ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ള പേടിയിൽ ചാടി വരാനുള്ള സാധ്യത ഉണ്ട്. അവനെയും നമുക്ക് പഠനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ പിയർ ലേണിംഗ് ആക്ടിവിറ്റികളുടെ ഏറ്റവും വലിയൊരു ഫോക്കസും എന്തായിരിക്കണം, നമ്മൾ മോട്ടിവേറ്റഡ് ആയിരിക്കുക. നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാള് പഠനത്തിന്റെ ഭാഗമായി ഡിമോട്ടിവേറ്റഡ് ആണെങ്കിൽ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണം. അപ്പൊ നമ്മള് കൂടെ അപ്പുറത്തുള്ള ആളെയും വലിച്ചു കയറ്റാൻ പറ്റണം. ഇവിടെ റാങ്ക് കിട്ടുക എന്നുള്ള സാധനം നെറ്റ് NJRF ഇല്ലല്ലോ. ഇത്ര സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ ഒരു ഡെസ്റ്റിനിയിൽ എത്തുന്ന മനുഷ്യന്മാരാണ്. അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ആളെയും കൂടി എന്ത് ചെയ്യുക, പിടിച്ചു കയറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പരിപാടി.
ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യപ്പെടുക, കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കപ്പെടുക, കുറച്ചുകൂടി റിലാക്സ്ഡ് ആക്കപ്പെടുക. ചിലപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാൽ മതിയാവും, ചിലപ്പോൾ നമുക്കൊരു ഈ 85 ദിവസത്തേക്ക് സിനിമ ഉപേക്ഷിക്കണം, പാട്ട് കേൾക്കരുത് എന്നൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആവും, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു സിനിമ കണ്ടാൽ മതിയാവും, ചിലപ്പോൾ ഔട്ടിങ്ങിന് പോയാൽ മതിയാവും, ചിലപ്പോൾ ഒരു പാട്ട് കേട്ടാൽ മതിയാവും. പോയിട്ട് സിനിമ കാണുക, പാട്ട് കേൾക്കുക, പക്ഷെ തിരിച്ചു വരണം. ഓക്കെ, സിനിമ കണ്ട വഴിക്ക് അങ്ങ് പോവരുത്. സിനിമ കണ്ട് തിരിച്ച് പഠനത്തിലേക്ക് തിരിച്ചു വരണം. ഒരു കുറച്ചു നേരത്തെ ഒരു ഉറക്കാണെങ്കിൽ ഉറക്കം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റണം. അപ്പൊ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇപ്പം ഒരാഴ്ച ഞാൻ പഠിച്ചു, അടുത്ത ദിവസം എനിക്ക് ഭയങ്കര മടിയോ, ഇത്രയും ദിവസം ഞാൻ ഭയങ്കര ടയേർഡാണ്, നിങ്ങൾക്ക് 2 ദിവസം റെസ്റ്റ് എടുക്കാം. 3-ാമത്തെ ദിവസം പക്ഷെ നിങ്ങൾ തിരിച്ചു വരണം. ഓക്കെ, ഒരാഴ്ച പഠിച്ച് എനിക്ക് ക്ഷീണമാവെന്ന് പറഞ്ഞാൽ അടുത്ത 2 ആഴ്ച റെസ്റ്റ് എടുത്തിട്ട് പിന്നെ തിരിച്ചു വരരുത്. ഒരാഴ്ച പഠിച്ച് 2 ദിവസം റെസ്റ്റ് എടുത്തോ, 3-ാമത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായും തിരിച്ചു വരണം. അങ്ങനെ പഠിക്കാൻ നമുക്ക് പറ്റണം. അതിന് സഹായിക്കാൻ നമ്മുടെ കൂടെയുള്ള ടീമിന് പറ്റണം എന്നുള്ളതാണ്. ഇനി ഒരാളും സംസാരിക്കാനുള്ളത്, ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആവുന്നു തോന്നുന്ന മനുഷ്യർക്ക് എന്നെ വിളിക്കാം, ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു വിളിക്കും എന്നുള്ളതാണ്. എനിവേ, നമ്മൾ എന്താവണം, അടുത്ത 85 ദിവസം നമ്മൾ പ്ലാൻഡ് ആയിരിക്കണം. ആ ഒരു 85 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ആലോചിച്ച് വെക്കാം, 10 മൊഡ്യൂളുകൾ, ഇതുവരെ സിലബസ് ഒന്നും മാറിയിട്ടില്ല, അടുത്തൊരു എക്സാമിനും സിലബസ് മാറില്ല എന്നാണ് ഇതുവരെ കിട്ടിയൊരു ഇൻഫർമേഷൻ. മാറിയാലും അവർ ആദ്യമേ പറയാതെ ഒന്നും മാറ്റാനൊന്നും പോകുന്നില്ല. മാറ്റാണെങ്കിൽ അവർ ആദ്യമേ നോട്ടിഫിക്കേഷൻ ഒക്കെ തന്ന് സിലബസ് മാറുന്നുണ്ടെന്നൊക്കെ പറയും. ഇതൊരു സിലബസ് ഒന്നും മാറിയിട്ടില്ല. അപ്പൊ പാസ്സാവാൻ പറ്റിയ ഏറ്റവും മികച്ച സമയം എപ്പോഴാണ്? അടുത്ത തവണത്തേക്ക് സിലബസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പഠിക്കേണ്ടി വരും? അടുത്ത തവണത്തേക്ക് സിലബസ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ സിലബസിന് ആദ്യം പഠിക്കണം, ദെൻ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കണം. നല്ല മെനക്കെട്ട പണിയാ. ഇതാവുമ്പോ എന്താണ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ വരെ NTA സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചങ്ങ് പഠിച്ച് വേഗം പരിപാടി തീർത്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് പാസ്സാവാനും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ഇസ് ദിസ് ടൈം. ദിസ് മൊമെന്റ് ഈസ് യുവർ ബെസ്റ്റ് മൊമെന്റ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ 85 ദിവസങ്ങൾ, ഒരു 85 ദിവസം, 2 മാസവും 25 ദിവസവും, അതിനിടയ്ക്ക് റിലീജിയസ് ഹോളിഡേയ്സ് പോലും വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച ചാൻസ് ആണ് ആ 85 ദിവസം. നിങ്ങളുടെ എല്ലാ ലക്ഷറിയസ് ആയിട്ടുള്ള എല്ലാ ലെഷർ സാധനങ്ങളെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 86-ാമത്തെ ദിവസം നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോണ JRF അല്ലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തും അർമാദിക്കാലോ. ആ ഒരു മൂഡിലേക്ക് മാറുക, എല്ലാവരും ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് വരാം. ഇങ്ങനെയാണ് പേപ്പർ 1 പഠിക്കേണ്ടത്. പേപ്പർ 2 പഠിക്കണം. പേപ്പർ 1 മാത്രമല്ല, പേപ്പർ 2 പഠിക്കണം. ഇത്തവണ നമുക്ക് കിട്ടും. കിട്ടാതെ എവിടെ പോകാൻ? നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എപ്പോഴും പഠിച്ചു തരും എന്നുള്ളതാണ്. അല്ലാതെ എന്താ പറയാ, പണിയെടുക്കാത്തവന് കിട്ടില്ല, പണിയെടുക്കുന്നവന് കിട്ടും. ഷുവർ. ചിലപ്പം നമ്മളൊക്കെ ഒരു മൊമെന്റ് ഓഫ് ടൈമിന്റെ പ്രശ്നമായിരിക്കാം. നമ്മളെ സമയമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സമയമായിട്ടുണ്ടായില്ലായിരിക്കാം. അടുത്ത തവണ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തും. അപ്പൊ പഠിക്കാൻ തയ്യാറാണോ? നമ്മുടെ കൂടെ ഓടാൻ തയ്യാറാണോ? എന്ത് തോന്നുന്നു? പേപ്പർ 1 ക്രാക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ സെഷൻ എന്നുള്ളതാണ് അറിയേണ്ടത്. പേപ്പർ 1ലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ള സംഭവം. സന്തോഷം, യൂസ്ഫുൾ. ടൈം പോയത് അറിഞ്ഞില്ല, മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആയ പോലെ. ഓക്കെ, ആ റിലാക്സ്ഡ് ആയ മോട്ടിവേറ്റ് ആയ സാധനത്തിനെ അടുത്ത ദിവസങ്ങളിലൊക്കെ കൂടെ പിടിക്കാൻ പറ്റണം. നിങ്ങൾക്ക് കൂടെ ഓടണം. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോകരുത്. വല്ലാതെ ഓവർ ബ്രേക്ക് എടുത്തിട്ട് ആ വഴിക്ക് അങ്ങ് പോകരുത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ. നല്ല ഉപകാരമുള്ള ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. കോൺഫിഡൻസ് കിട്ടി. ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. എനി ഡൗട്ട്സ് അബൌട്ട് ദ പേപ്പറിനെ കുറിച്ചോ ഞാൻ പറഞ്ഞ പ്ലാനിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് സാർ നമ്മൾ അവസാനിപ്പിക്കുക, എന്തെങ്കിലും പറയാനുണ്ടോ? ഹൈ, ഗുഡ് ഈവനിങ് ടോൾ. ഞാൻ കരുതിയിരുന്നത് എല്ലാവരും ഒരു ഗുഡ് നൈറ്റിന് കാത്തിരിക്കുന്നതായിരുന്നു. പക്ഷേ മാം അവസാനം ഫീഡ്ബാക്ക് ചോദിച്ച സമയത്ത് എല്ലാവരും ലൈവിലുണ്ടെന്ന് മനസ്സിലായി. അതെല്ലാം സന്തോഷം. മാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളൊരു ഡ്രീം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡിസംബറിൽ JRF കരസ്ഥമാക്കണം. APJ പറഞ്ഞ പോലെ ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കാണുന്നതല്ല, മറിച്ച് നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്ന പോലെ ആവണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളൊരു പ്രയാണത്തിലാണ്. നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാകും. ഫോക്കസ് അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി സംസാരിച്ച ഖാലിദ് സാർ, അതേപോലെ ഇനാഗ്രേഷൻ ചെയ്ത നസുദ്ദീൻ സാർ, അതേപോലെ ഒരുപാട് സമയം നിങ്ങളുമായി സംവദിച്ച് നിങ്ങൾക്ക് വേണ്ട അറിവുകളൊക്കെ നൽകി തന്ന പ്രസീദ മാം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ടു ഓൾ. അസ്സലാമു അലൈക്കും.